Good day to all of you. Physics inde, medical inde, work power energy, rotational mechanics, ZEOTS exam, Sunday നടക്കുന്നതിൻ്റെ solution ആണ് discussion. All right. So തുടങ്ങാം. ആദ്യത്തെ question. A bomb of mass 9 kilogram initially at rest. Initially at rest എന്ന് പറയുമ്പോൾ initial velocity 0 അല്ലേ? Initial velocity 0 അപ്പോൾ initial momentum 0. Explodes into two pieces of mass 3 kilogram and 6 kilogram. So external force ഇല്ല, ഈ എക്സ്പ്ലോഡ് ചെയ്യണത് ഇൻറ്റേർണൽ ഫോഴ്സ് കാരണമാണ്. എക്സ്റ്റേർണൽ ഫോഴ്സ് 0 ആകുമ്പോഴത്തേക്ക് ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. So total initial momentum is equal to total final momentum is equal to 0. ഇനി explodes into two pieces. അപ്പോൾ final momentum എന്ന് പറയുന്നത് m1 v1 plus m2 v2. Alright. അതിൽ that means ആ രണ്ട് masses ഒരാൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ മറ്റേയാൾ ഇങ്ങോട്ട് പോകണമെന്ന്. v1 and v2 are in opposite directions എന്നർത്ഥം. അപ്പോൾ m1 v1ൻ്റെ മാഗ്നിറ്റ്യൂഡും m2 v2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഇനി 3 കിലോഗ്രാമിൻ്റെ മാസ് വെലോസിറ്റി 1.6 ആണ്. അപ്പോൾ 6 കിലോഗ്രാമിൻ്റെ വെലോസിറ്റി എത്ര? സോ വെലോസിറ്റി വിൽ ബി 3 into 1.6 divided by 6. 3 6 into അപ്പോൾ വെലോസിറ്റി 0.8 meter per second കിട്ടും. ഓൾ റൈറ്റ്. ഇനി kinetic energy of 6 kilogram mass. So 6 kilogram mass in the kinetic energy half m2 v2 square. Clear? So half mass 6 kilogram, velocity 0.8 squared. 0.8 squared എന്ന് പറയുമ്പോൾ 0.64. So 6 2 3 into 0.64. അപ്പോൾ ആൻസർ 1.92 joules. That's all. All right. അടുത്ത question. Power of a water pump 2 kilowatt. Power 2 kilowatt എന്ന് പറയുമ്പോൾ 2000 watts. Watts എന്ന് പറയുന്നത് joules per second. G തന്നിട്ടുണ്ട്. Amount of water it can raise in 1 minute to a height 10 meter. So you are lifting a mass m of water through a height h. So power എന്ന് പറയുമ്പോൾ work by time. You are lifting it against gravity. അപ്പോൾ work is done mgh. You have to supply an external force mg mole to overcome gravity. Distance moved h. അപ്പോൾ external work done mgh divided by t. So mass കണ്ടുപിടിക്കണം. Amount of water you have to find out. So power is given. So m എന്ന് പറയുമ്പോഴത്തേക്ക് power into time divided by gh. Power 2000 time 1 minute. 1 minute എന്ന് പറയുമ്പോൾ 60 seconds. 1 minute 60 seconds. g 10 height 10. അപ്പോൾ രണ്ട് zeros പോയി. അപ്പോൾ 20 into 60 1200 kilogram. ബട്ട് നമുക്കറിയാം 1 liter ഓഫ് വാട്ടർ വോളിയം 1 liter ഓഫ് വാട്ടർ ആണെങ്കിൽ അതിൻ്റെ മാസ് 1 kilogram ആണ് വെള്ളത്തിന്. സോ 1200 kilogram എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് വാട്ടർ വിൽ ബി 1200 liters. 1200 liters. ചോയ്സ് 4. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് a body of mass m moving with a constant velocity v hits another body of the same mass moving with the same velocity but in the opposite direction and sticks to it. So that means initial momentum is conservation of momentum ആണ്. Initial momentum is equal to final momentum. അപ്പോൾ ആദ്യത്തെ മാസ് ഇങ്ങോട്ട് പോകണം, ഒരു മാസ് ഇങ്ങോട്ട് പോകണം, വെലോസിറ്റി v. മറ്റേതും ഐഡൻറ്റിക്കൽ മാസ്സാണ് ബട്ട് ആൻഡ് സെയിം വെലോസിറ്റി, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്.
അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എം ഇൻറ്റു വി, രണ്ടാമത്തത് എം ഇൻറ്റു മൈനസ് വി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്നിട്ട് ഫൈനൽ രണ്ടുപേരും കൂടെ ദേ സ്റ്റിക്ക് ടുഗെദർ. സോ ടോട്ടൽ മാസ് 2m ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്ര? അപ്പോൾ ഇവിടെ എം വി പ്ലസ് മൈനസ് എം വി എന്ന് പറയുമ്പോൾ 0 ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. സോ അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. ചോയ്സ് 3. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കോൺസ്റ്റൻറ്റ് ടോർക്ക് ടോ 31.4 Newton meter is exerted on a pivoted wheel. Angular acceleration alpha. ആൽഫയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെ തന്നിട്ടുമുണ്ട്, അതുകൊണ്ട് കൺവേർഷൻ വേണ്ട. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ടോർക്കിൻ്റെ ഫോർമുല ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. സോ യു വോണ്ട് ഐ ടോർക്ക് ഡിവൈഡഡ് ബൈ ആൽഫ. സോ ടോർക്ക് 31.4. 4 പൈ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ 31.4 കണ്ടുകൊണ്ട് പൈ ഇസ് 3.14. സോ 4 ഇൻറ്റു 3.14. 3.14ഉം 31.4ഉം 10. 3.14 ഇൻറ്റു 10 ഇസ് 31.4. 10/4. 10/4 എന്ന് പറയുമ്പോൾ അത് 2.5. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ചോയ്സ് 1. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സോളിഡ് സിലിണ്ടർ ഇസ് ഈക്വലൻ്റ് ടു എ ഡിസ്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് അല്ലേ? കുറേ ഡിസ്ക് ഇങ്ങനെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ സോളിഡ് സിലിണ്ടർ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. സോളിഡ് സിലിണ്ടർ മാസ് എം റേഡിയസ് ആർ. സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിസ്കിനെ പോലെ എന്ന് പറയുമ്പോൾ mr²/2. Moment of inertia about its own axis is mr²/2. That is mk². അല്ലെങ്കിൽ k²/r² എന്ന് പറയുമ്പോൾ 1/2. Solid cylinder. It is rolling without slipping. So pure rolling ആണ് on an inclined plane of length L and height h. What is the speed of its center of mass when the cylinder reaches its bottom? അപ്പോൾ റോളിംഗ് ബോഡിക്ക് ദർ ഇസ് നോ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മുകളിലത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു താഴത്തെ പാർട്ടിലെ ടോട്ടൽ കൈനറ്റിക് എനർജി. സോ മുകളിലത്തെ പാർട്ടിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh, താഴത്തെ ഹാഫ് എം റോളിങ്ങിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് എം v² ഇൻറ്റു 1 + k²/r². ഇൻ അതർ വേർഡ്സ് v²ൻ്റെ ഫോർമുല they've asked you v²ൻ്റെ ഫോർമുല 2gh divided by 1 + k²/r². So that is 2gh divided by k²/r² 1/2. 1 + k²/r² എന്ന് പറയുമ്പോൾ 3/2. So 2gh divided by 3/2 എന്ന് പറയുമ്പോൾ 2gh multiplied by 2/3. So you get 4 2gh divided by 3/2. So answer becomes is equal to 4gh/3. ഇത് v² ആണ്. So what is v? v will be root of 4gh/3. Choice 2. Okay. Simple question on rolling. അടുത്ത question. If a skater weighing 30 kilogram, അപ്പോൾ അയാളുടെ ഒരാളുടെ മാസ് 30 kilogram, has an initial speed 30 meter per second, approaches a second one of 40 kilogram, moving അയാളുടെ ഇനിഷ്യൽ സ്പീഡ് 25 meter per second in the same direction. അപ്പോൾ m1 is moving this way, m2 is also moving in the same direction. അപ്പോൾ തമ്മി കൊളൈഡ് ചെയ്യും. So because this one is faster, it will collide and they move together. That means they are sticking together. So elastic collision ആണ്. Loss in kinetic energy. അപ്പോൾ ഇനിഷ്യൽ ഇപ്പോൾ ഫൈനൽ ഫോമിൽ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് m1 u1² പ്ലസ് ഹാഫ് m2 u2² എടുക്കണം. പിന്നെ
ഫൈനൽ വെലോസിറ്റി കിട്ടാൻ വേണ്ടി ഇനിഷ്യൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. അപ്പോൾ m1u1 പ്ലസ് m2 u2 ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു v. എന്നിട്ട് ഫൈനൽ കൈനറ്റിക് എനർജി എടുക്കണം, ഹാഫ് ഇൻറ്റു ടോട്ടൽ മാസ് ഇൻറ്റു v സ്ക്വയർഡ്. യു വിൽ ഫൈൻഡ് ദാറ്റ് ഫൈനൽ വിൽ സ്മോളർ ലോസ് ഇൻ എനർജി. പക്ഷെ അത്ര നീളത്തിൽ ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ ഇത് തിയറി പഠിക്കുമ്പോൾ ഇനിഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജിയുടെ റിസൾട്ട് പഠിച്ചു വയ്ക്കും. ആൻഡ് ദാറ്റ് ലോസ് ഇൻ എനർജി ഈസ് ഗിവൺ ബൈ ദ ഫോർമുല ഹാഫ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 into u1 minus u2 the whole square. അപ്പോൾ they are sticking together after collision. അപ്പോൾ ജനറൽ ഫോർമുലയിൽ 1 മൈനസ് ഇ സ്ക്വയർഡ് ഉണ്ട്, പക്ഷേ ഇ ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ദേ ആർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അതുകൊണ്ട് ഇത് വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ u1 ആൻഡ് u2 ആ സെയിം ഡയറക്ഷൻ, അതുകൊണ്ട് രണ്ടിൻ്റെയും u1 മൈനസ് u2 തന്നെയാണ്. സോ ഫോർമുല ഹാഫ് m1 m2 30 into 40 divided by m1 plus m2 30 plus 40 70 u1 minus u2 30 minus 25 the whole squared. 30 minus 25 5 squared. So 4 3s are 12 0 0 25 by 2 into 70. Clear? Simplify. ഈ 0 പോവും, ഒരു 0 പോയി, 2 and 120 60 ആയി. So 60 into 25 divided by 7. So 6 5s are 30, 15. 0 divided by 7, which works out to be 213 point something, up nearly 214 joules. Choice 2. Loss in kinetic energy on collision, inelastic collision, because they are moving together. That means the two bodies are together. அடுத்த question. A wheel of moment of inertia. So moment of inertia 5 into 10 raised to minus 3 is making 20 revolutions per second. So initial angular velocity 2 pi n by t. N is the number of revolutions made in t seconds. അപ്പോൾ ഇവിടെ 2 pi number of revolutions 20, time ഇവിടെ per second ആണ്. So 40 pi radians per second. ഇതാണ് omega 1. It is stopped in 20 seconds. So that means final angular velocity 0, time taken 20 seconds. Angular retardation alpha ചോദിച്ചിരുന്നു. അപ്പോൾ ഐൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് ലീനിയർ മോഷനിൽ v is equal to u plus at പോലെ റൊട്ടേഷണൽ മോഷനിൽ omega 2 is equal to omega 1 plus alpha t. So omega 2 0, omega 1 40 pi plus alpha t. Alpha t is 20. So alpha will be minus 40 pi divided by 20. So minus 2 pi. Alpha is equal to minus 2 pi എന്ന് പറഞ്ഞാൽ അത് റിട്ടാർഡേഷൻ ആണ്. സോ ആംഗുലർ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ റിട്ടാർഡേഷൻ വരുമ്പോൾ അത് പ്ലസ് 2 pi radians per second square. Choice 2. All right. അടുത്ത question. A uniform rod, length L, mass m, is free to rotate about a vertical plane through A. ഈ point ആണ് ഇവിടെ A. It's rotating about this point A. Rod is initially in the horizontal position and released. അപ്പോൾ rod ഇവിടെ fixed ആണ്. Rod uniform and weight is acting at its center. So mg ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. So റോഡിൻ്റെ ലെങ്ത് L എന്ന് പറയുമ്പോൾ mg is acting at L/2. The initial angular acceleration of the rod, that means just അതിനെ റിലീസ് ചെയ്യുമ്പോൾ what is the angular acceleration. So ഇവിടെ മാത്രമേ ഫിക്സ്ഡ് ഉള്ളൂ. Only its pivot, it is capable of rotating about the point A. So this mg will cause a torque about A. Torque about A. Torque is force multiplied by perpendicular distance from A. So ഇവിടെ mg multiplied by L/2. ഇതാണ് torque. And that torque is equal to I alpha. Torque is equal to I alpha. This rod is rotating about an axis through one end perpendicular to its plane. So moment of inertia of a uniform rod, mass m, length L, about an axis through one end perpendicular to its plane എന്ന് പറയുമ്പോൾ
ml squared by 3. അല്ലേ, ml squared by 3. So ഇവിടെ equation 1 now becomes, equation 1 is mg L by 2 is equal to I എന്ന് പറയുന്നത് ml squared by 3 alpha. m and m വെട്ടിപ്പോവും, ഒരു L വെട്ടിപ്പോവും. So you have g by 2 എന്ന് പറയുമ്പോൾ L alpha by 3. So alpha becomes 3g divided by 2L. 3g divided by 2L, choice 1. Torque is equal to I alpha. Clear? അടുത്ത question. One quarter sector is cut from a uniform circular disc. അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ ഡിസ്ക് ആണ്. ഡിസ്കിന് മാസ് m, റേഡിയസ് r, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ mr²/2 അല്ലേ. പക്ഷേ ആ ഫുൾ ഡിസ്കിന് പകരം ഡിസ്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ ഇത്രയും ഭാഗം എടുത്തു, ഇത്രയും ഭാഗം എടുത്തു, ഇതിൻ്റെ മാസ് m ആണെങ്കിൽ ആക്സിസ് മാറാതിരുന്നാൽ, ദാറ്റ് മീൻസ് റേഡിയസ് r ആണ്, ആൻഡ് യു ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദ സെയിം ആക്സിസ്. ഇത്ര പീസേ ഉള്ളൂ, പക്ഷേ എന്നാലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് പീസ് അബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, ആ പീസിൻ്റെ മാസ് ഇൻറ്റു r²/2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക് തന്നെയാണ് ഡിസ്കിൻ്റെ ഒരു ഭാഗം, പക്ഷേ ആ ഭാഗത്തിൻ്റെ മാസ് എന്താണോ ദാറ്റ് ഇൻറ്റു r²/2, ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ ഇവിടെ അതാണ്, ഫുൾ ഡിസ്ക് ഇല്ല, പക്ഷേ ദിസ് സെക്ടർ ഹാസ് എ മാസ് m. അപ്പോൾ ഇതിൻ്റെ മാസ് m ആണ്. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ഇതിൻ്റെ മാസ് m ആണ്. അഗൈൻ ആക്സിസ് ത്രൂ സെൻറ്റർ, അതായത് ഈ സെക്ടറിൻ്റെ ഞാൻ ഈ പേന വെച്ചിരിക്കുന്ന ഈ ആക്സിസ് ആണ്. സോ ഇറ്റ് ഈസ് അതിൻ്റെ മാസ് ഇൻറ്റു r²/2. ദാറ്റ്സ് ഓൾ. സോ ആൻസർ ചോയ്സ് 1. ചോയ്സ് 1. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A cord is used to lower vertically a block of mass m. അപ്പോൾ ഇതൊരു കോഡാണ്, സ്ട്രിങ് ആണ്. ഇവിടെ മാസ് m ഉണ്ട്, mg താഴോട്ട് ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ഡിസ്റ്റൻസ് d. നമുക്കറിയാം ടെൻഷൻ ഇൻ ദ സ്ട്രിങ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോൺടാക്ട് അലോങ് ദ സ്ട്രിങ്, ടെൻഷൻ. സോ ടെൻഷൻ മേളിലോട്ട്, ഡിസ്റ്റൻസ് താഴോട്ട് പോകണം. വർക്ക് ഡൺ ബൈ ദ കോഡ്. സോ വാട്ട് ഇസ് t? So that system is going down, system is going downward acceleration ആണ്. അപ്പോൾ താഴോട്ടുള്ള ആക്സിലറേഷൻ g/4. That means mg minus t ആണ് ma. Okay, mg minus t is ma. Net force താഴോട്ട് mg minus t is equal to ma, or t എന്ന് പറയുന്നത് mg minus ma. നമ്മുടെ ലിഫ്റ്റ് കണക്ക് പോലെ, ലിഫ്റ്റ് is moving down with acceleration, r is equal to mg minus ma. അതേപോലെ. So t, ഇവിടെ ആറിന് പകരം ടെൻഷൻ ഇൻ ദ സ്ട്രിങ് mg minus ma. So a is g/4. So t is equal to m into g minus a, that is m into g minus g/4. So m into 3g/4. That's a tension in the string. So tension അറിയാം, ടെൻഷൻ മേളിലോട്ടാണ്, ഡിസ്റ്റൻസ് മൂവ് താഴോട്ടാണ്. അപ്പോൾ വർക്ക് ഡൺ, ടെൻഷനും ഡിസ്റ്റൻസും തമ്മിൽ 180 ഡിഗ്രി. വർക്ക് ഡൺ എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് 180. കോസ് 180 എന്ന് പറയുമ്പോൾ -1. സോ വർക്ക് ഡൺ ബൈ ദ കോഡ് എന്ന് പറയുമ്പോൾ -t ഇൻറ്റു ഡി. സോ -3mg/4 മൾട്ടിപ്ലൈഡ് ബൈ ഡി. -3mg/4 മൾട്ടിപ്ലൈഡ് ബൈ ഡി. ചോയ്സ് 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയിൽ two forces equal in magnitude, opposite in direction but separated by a distance. This is called couple. രണ്ട് ഫോഴ്സസ് ഈക്വലും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കപ്പിൾ കാരണം ലീനിയർ മോഷൻ ഉണ്ടാവില്ല. സോ കപ്പിൾ കാരണം ദർ ഇസ് ഓൾവേസ് ലീനിയർ ഇക്വിലിബ്രിയമാണ്, പക്ഷേ റൊട്ടേഷനാണ്. അപ്പോൾ ടോർക്ക് ഓഫ് ദിസ് കപ്പിൾ അബൌട്ട് എനി പോയിൻ്റ് ഇൻ ദ പ്ലെയിൻ എടുത്താൽ, നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ അബൌട്ട് ദിസ് പോയിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് പോയിൻ്റ് എടുക്കാം. ഏത് പോയിൻ്റ് എടുത്താലും യു വിൽ ഫൈൻഡ് ദാറ്റ് ടോർക്കിൻ്റെ ആൻസർ ഫോർ എ കപ്പിൾ. സാധാരണ ടോർക്ക് ആകുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അബൌട്ട് വിച്ച് പോയിൻ്റ് യു ആർ ടേക്കിംഗ്. പക്ഷേ കപ്പിളിനാകുമ്പോൾ ടോർക്ക് ഡ്യൂ ടു എ കപ്പിൾ ഇസ് ഗിവൺ ബൈ വൺ ഓഫ് ദോസ് ഫോഴ്സസ് മൾട്ടിപ്ലൈഡ് ബൈ
perpendicular distance between the directions of the two forces. One of the forces multiplied by perpendicular distance between the directions of the two forces. So torque മാത്രമേ ഉള്ളൂ, linear motion ഇല്ല, കാരണം net linear force ഇല്ല, മുകളിലും താഴെയും ഒരേ magnitude. But torque മാത്രമാകുമ്പോൾ it produces only rotation. So couple produces pure rotational motion only. Choice 2. അടുത്ത question. A particle is making uniform circular motion, angular momentum g. Angular momentum is equal to I omega. Moment of linear momentum I omega. Kinetic energy, angular frequency, omega 2 pi f. F is the frequency. So ഇത് rotation ആണ്. Rotational kinetic energy. നമ്മുടെ linear kinetic energy p squared by 2m പോലെ rotational kinetic energy is L squared divided by 2I നമുക്കറിയാം, ആ ഫോർമുല അറിയാം. You also know, just like linear kinetic energy is half m velocity squared, rotational kinetic energy can be written as half I omega squared. ഇപ്പോൾ ഇതാണ് എടുക്കണം. So rotational kinetic energy angular momentum തമ്മിലുള്ള ബന്ധം. So rotational kinetic energy is half I omega squared. അപ്പോൾ നമുക്ക് half I omega into omega എന്ന് എടുക്കാം. So that means rotational kinetic energy proportional to I omega എന്ന് പറഞ്ഞാൽ angular momentum into omega. ഇനി K2 kinetic energy 2 divided by kinetic energy 1 എന്ന് പറയുമ്പോൾ L2 by L1 omega 2 divided by omega 1. Kinetic energy is made half. Kinetic energy is made half. So K2 by K1 is half. Angular momentum കണ്ടുപിടിക്കണം. പിന്നെ angular frequency is doubled. That means omega 2 by omega 1 is 2. P2 താഴെ പോകുമ്പോൾ L2 by L1 എന്ന് പറയുമ്പോൾ 1 by 4 or L2 is equal to L1 by 4. So angular momentum 1/4 ആവും. So answer becomes 1/4. ഞാനിവിടെ L എന്ന് വിളിച്ചു, അപ്പോൾ ഇവിടെ J2 എന്ന് പറയുന്നത് J1 divided by 4. So answer J1 J വിട്ടു. So choice is 4. Alright. അടുത്ത question. Radius of gyration K of a uniform rod of length L about an axis through its center, that is moment of inertia of a body about ഏത് axis ആണോ, that is equal to m into k squared, where k is the radius of gyration about that axis. So moment of inertia കാണാം. Uniform rod of length L about an axis passing through its center of mass. So uniform rod about an axis passing through center of mass, I is equal to m into L squared by 12. അല്ലേ? So that means I is m into L squared by 12 is the same as m into k squared. So k squared is L squared by 12 or k is L divided by root 12. Root 12 എന്ന് പറയുമ്പോൾ root of 4 into 3. So it is L by 2 root 3. Root of 4 2. So k is equal to L divided by 2 root 3. Choice 1. Okay. അടുത്ത question. If the radius of the earth contracts to 1 by n of the present day value. Present day value day. നമ്മുടെ day എന്ന് പറയുമ്പോൾ രായും പകലും 24 hours ആണ്. അപ്പോൾ this is based on conservation of momentum. External torque ഇല്ല. So I omega is a constant. Earth എന്ന് പറയുമ്പോൾ sphere ആണ്. 2 by 5 mr squared. Omega angular velocity of rotation of the earth about its own axis. അപ്പോൾ into 2 pi by t. t ആണ് നമ്മുടെ 24 മണിക്കൂർ. This is a constant. അപ്പോൾ ഇവിടെ 2 by 5 2 pi m ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ അതർ വേർഡ്സ് r squared by t is a constant. അപ്പോൾ ഇത് വെച്ചാണ് തുടങ്ങണം. നേരത്തെ ഈ ഐഡിയ അറിയാമെങ്കിൽ r squared by t കോൺസ്റ്റൻ്റ് വെച്ച് തുടങ്ങിയാൽ മതി. So that means r2 by r1 the whole r squared proportional to t അല്ലേ? So r2 by r1 the whole squared is t2 divided by t1.
Ini, radius of the earth contracts to 1 by n of its present value. So, R2 by R1 is 1 by n, the whole square. T2 arnuda. T1 ആണ് നമ്മുടെ 24 മണിക്കൂർ, നമ്മുടെ present day, 24 hours. So, what is T2? So, T2 will be 24 divided by n squared അത്രയും hours. So, 24 by n squared hours. Choice 2. Clear ആയല്ലോ? Conservation of angular momentum ആണ് അതിൻ്റെ കൺസെപ്റ്റ്. അടുത്ത question. Which one of the following is true in the case of inelastic collision? Now, collision elastic ആണെങ്കിലും inelastic ആണെങ്കിലും there is conservation of linear momentum. Linear momentum constant ആണ്. Perfectly elastic collision ആണെങ്കിൽ kinetic energy conserved. That means initial kinetic energy is equal to final kinetic energy. പക്ഷേ perfectly elastic അല്ല എന്നുണ്ടെങ്കിൽ there is loss in kinetic energy. So, ഇതാണ് അതിൻ്റെ points. So, that means and total energy, law of conservation of energy, നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കണം. Energy is neither created nor destroyed, it's only converted from one form to the other. Total energy remains a constant. So, total energy in the universe always remains a constant. അപ്പോൾ total energy conserved ആണ്. അത് ഏത് collision ആയാലും total energy conserved. Inelastic ആകുമ്പോൾ kinetic energyക്ക് നഷ്ടം വരും, അപ്പോൾ not conserved. Momentum, any collision, momentum is conserved. Linear momentum is conserved. Okay, so അതുകൊണ്ട് choice 2. Point clear? അടുത്ത question. If the equation for the displacement of a particle moving along a circular path, that means angular displacement, is given by 2t cubed plus 0.5. That means as a function of time ആണ്. So, theta is in radians, t is in seconds, angular velocity of the particle after 2 seconds. So, omega instantaneous theta and t വരുമ്പോൾ മാറുമ്പോൾ theta മാറും. അപ്പോൾ instantaneous displacement and omega is equal to d theta by dt. So, differentiate with respect to t, 2 into differentiation of t cubed is 3t squared plus differentiation of constant 0. So, omega is 6t squared. You want to find out omega at t is equal to 2 seconds. So, omega is equal to 6 into 2 squared, that is 6 into 4, 24. 24 radians per second. Choice 3. Alright. அடுத்த question. A boy and a man carry a uniform rod. Uniform rod എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് അതിൻ്റെ സെൻറ്ററിലാണ് ആക്ട് ചെയ്യണം. So, there is a uniform rod AB, length L, horizontally ആണ്. അപ്പോൾ rod is remaining horizontal in such a way the boy gets 1/4 of the load. അപ്പോൾ ആ യൂണിഫോം അതിൻ്റെ ലോഡ് വെയിറ്റ് മാസ് ഓഫ് ദാറ്റ് റോഡ് എം ആണെങ്കിൽ വെയിറ്റ് ഓഫ് ദ റോഡ് mg ആണ്. So, that weight is acting at the center. That means L/2. ഇനി boy is at one end of the rod. അപ്പോൾ ഇവിടെ boy ഉണ്ട്. അപ്പോൾ boy is supporting എന്ന് പറയുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ ആണ് R1. Boy is at one end of the rod. Distance of the man from the other end. അപ്പോൾ man ഇവിടെ എവിടെയെന്ന് അറിഞ്ഞൂടാ, ഈ ദൂരമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഡിസ്റ്റൻസ് ഫ്രം ദി അതർ എൻഡ്. അപ്പോൾ മാൻ്റെ സപ്പോർട്ട് ചെയ്യണ ലോഡ് R2 ആണ്. ബോയ് ഗെറ്റ്സ് 1/4 ലോഡ്. അപ്പോൾ ടോട്ടൽ ലോഡ് mg ആണ്. അപ്പോൾ R1 എന്ന് പറയുമ്പോൾ mg/4 ആണ്. അപ്പോൾ ബാക്കി ലോഡ് മാൻ ക്യാരി ചെയ്യണം, വിച്ച് ഇസ് 3mg/4. ബോയ് 1/4 ക്യാരി ചെയ്യുമ്പോൾ മാൻ 3/4 ക്യാരി ചെയ്യും. ഓക്കെ, so that means system is in equilibrium because the rod is remaining horizontal under this condition. അപ്പോൾ ഈ ബോയ്ഡ്, if you are taking torque about the center, then R1 about the center will be clockwise ആയിട്ട് വരും അല്ലേ. This man about the center will be anti-clockwise ആയിട്ട് വരും. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്ട് clockwise torque is equal to anti-clockwise torque. So, clockwise torque is equal to anti-clockwise torque. We are taking about C. Torque about the point C ആണ് എടുക്കണം. So, we are finding torque about the point C. Clockwise is equal to anti-clockwise. Clear? Clockwise torque is equal to anti-clockwise torque. Clockwise
force into perpendicular distance. So E distance L by 2. So mg by 4 multiplied by L by 2. Yes, E distance എനിക്ക് D എന്നെടുത്താൽ it is 3 mg by 4 multiplied by D. So mg cancel out, 4 cancel out. So D will be L by 6. 3 താഴെ വരും, D is equal to L by 6. അപ്പോൾ D കിട്ടി. ബട്ട് ചോദിച്ചത് എക്സ് ആണ്, അറ്റത്ത് നിന്നുള്ള ദൂരം എത്ര. അപ്പോൾ ഈ ടോട്ടൽ, ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഈ ടോട്ടൽ ദൂരം L by 2 എന്ന് നമുക്കറിയാം. സോ ദാറ്റ് മീൻസ് D അറിയാം. അപ്പോൾ എക്സ് എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ L by 2 നിന്ന് D കുറയ്ക്കണം. സോ L by 2 മൈനസ് L by 6. L ഇൻറ്റു 1 by 2 മൈനസ് 1 by 6. സോ L 6 ആണ്, 3 മൈനസ് 1. സോ L into 2 by 6, അതായത് L by 3. So the distance is L by 3 from the other end. X ആണ് കണ്ടത്, from B. So choice 1. Alright, choice 1. അടുത്ത question. A body of mass 2 kilogram makes an elastic collision with another body at rest. അപ്പോൾ ഒരു മാസ് 2 കിലോഗ്രാം, സെക്കൻഡ് ബോഡി M2, മാസ് ഓഫ് ദ സെക്കൻഡ് ബോഡി അറിഞ്ഞുകൂടാ, M2 അറിഞ്ഞുകൂടാ, കൊളൈഡ്സ് വിത്ത് അനദർ ബോഡി അറ്റ് റെസ്റ്റ്. രണ്ടാമത്തെ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ആൻഡ് കണ്ടിന്യൂസ്, അതായത് ആദ്യത്തെ ബോഡി continues to move in the original direction with 1/4 of its original speed. അപ്പോൾ ആദ്യത്തെ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയുടെ 1/4 ആണ്. ഒറിജിനൽ ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ U1 പ്ലസ് എന്നെടുത്താൽ V1 പ്ലസ് തന്നെ. മാസ് ഓഫ് ദ സെക്കൻഡ് ബോഡി വിച്ച് കൊളൈഡ്സ് വിത്ത് ദ ഫസ്റ്റ് ബോഡി. സോ ഇലാസ്റ്റിക് കൊളിഷനിൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഫോർ ആൻ ഇലാസ്റ്റിക് കൊളിഷൻ ആ രണ്ട് മൊമെൻറ്റം കൺസർവേഷനും കൈനറ്റിക് എനർജി കൺസർവേഷനും കഴിഞ്ഞിട്ട് യു ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ V1 ആൻഡ് V2 ആഫ്റ്റർ കൊളിഷൻ ഫോർ ദ ടു ബോഡീസ്. അതിൽ V1ൻ്റെ ഫോർമുല പഠിച്ചു വെച്ച് കാണും തിയറിയിൽ. U1 ഇൻറ്റു M1 മൈനസ് M2 പ്ലസ് 2 M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഫോർമുല മറന്നാൽ യു ഹാവ് ടു അപ്ലൈ M1 U1 പ്ലസ് M2 U2 ഇസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. പിന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E is V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ U1 മൈനസ് U2 ചെയ്ത് സോൾവ് ചെയ്യണം. ബട്ട് ഇറ്റ്സ് ബെറ്റർ യു റിമെമ്പർ ദ വെലോസിറ്റീസ് ആഫ്റ്റർ കൊളിഷൻ വെൻ ദ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ദാറ്റ് മീൻസ് 1 dimension. ഇതാണിപ്പോൾ ഫോർമുല. ഇവിടെ U2 0 ആണ്. U2 0 ആകുമ്പോൾ ഈ ടേം പോയി. സോ ഇറ്റ് സിംപ്ലി V1 is equal to U1 into M1 minus M2 divided by M1 plus M2. But what is V1? U1 by 4. That means V1 by U1. V1 by U1 എന്ന് പറയുമ്പോൾ 1 by 4. So 1 by 4 is equal to initial mass M1 is given as 2 kilogram. 2 minus M2 divided by 2 plus M2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ 2 plus M2 എന്ന് പറയുമ്പോൾ 4 into 2 minus M2. അപ്പോൾ 8 minus 4 M2. മൈനസ് 4 M2 ഇപ്പുറത്ത് വരുമ്പോൾ 5 M2. 2 അപ്പുറത്ത് പോകുമ്പോൾ 8 minus 2 6. അപ്പോൾ M2 is equal to 6 by 5. 6 by 5. 5 ones are 5. 1.2 kilogram. Choice 2. Choice 2. Okay. So answer 1.2 kilogram. Elastic collision ഈ ഫോർമുല പഠിക്കണ is better. You save time. Clear. അടുത്ത question. If the coefficient of restitution is 0.5, perfectly elastic is 1, ഇവിടെ 0.5, അപ്പോൾ it is inelastic. What is the percentage loss in energy on each rebounding of a ball dropped from a height? അപ്പോൾ it's falling from a height. Body is falling from a height h. ഈ coefficient of restitution ആണെങ്കിൽ ഇത് ഇനിഷ്യൽ ഹൈറ്റ് H1 എന്ന് പറയുന്നതാണ് H ആണെങ്കിൽ അതാണ് ഈ H.
Then after, ഇവിടെ തന്നെ തിരികെ മുകളിലോട്ട് പോവുകയാണ്. ഞാനത് ഇവിടെ തന്നെ വരച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ആ പോയിൻ്റ് എ ഇവിടെ വരച്ചു. അപ്പോൾ ഇവിടെ the height is going to be h2. You know that h2 is equal to e squared h. Clear? So that means n 3 bond ആകുമ്പോൾ hn is equal to e raised to 2n h. ഇത് വെലോസിറ്റി ഒക്കെ വെച്ച് ഈച്ച് വെലോസിറ്റി ആഫ്റ്റർ റീബൗണ്ട് ഇസ് ഈക്വൽ ടു ഈ യു എന്നൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഈ റിസൾട്ട് പഠിച്ചതാണ്. സോ ഓരോ റീബൗണ്ട് കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ദ ലോസ് ഇൻ എനർജി. സോ ഇപ്പോൾ ഇവിടെ h2 എന്ന് പറയുന്നത് e squared h. സോ h2 is equal to 0.5 squared h എന്ന് പറയുമ്പോൾ 0.25 h. 0.25 h എന്ന് പറയുമ്പോൾ h by 4. So h2 is h by 4. What is the loss in energy? It's potential energy. അപ്പോൾ mgh ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ u1 എന്ന് പറയുന്ന mgh, u2 എന്ന് പറയുമ്പോൾ mgh2 ആണ്. സോ ലോസ് ഇൻ എനർജി, പെർസെൻറ്റേജ് ലോസ് ഇൻ എനർജി എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ എനർജി ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ multiplied by 100. Decrease in energy u1 minus u2, that is loss in energy divided by original value into 100. u1 minus u2 എന്ന് പറയുമ്പോൾ mg into h minus h2. So mg into h minus h2 divided by original value mgh multiplied by 100, or it's simply h minus h2. നേരെ ഈ ഫോർമുല അറിയാമെങ്കിൽ നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h minus h2 into 100. If you divide by h, 1 minus h2 by h into 100. What is h2 by h? h2 by h എന്ന് പറയുമ്പോൾ 1 by 4. So 1 minus 1 by 4 multiplied by 100. 1 minus 1 by 4 എത്ര? 3 by 4. 3 by 4 into 100 എന്ന് പറയുമ്പോൾ അത് 75%. സോ ആൻസർ 75%. ഞാനിപ്പോൾ ഇത്രയൊക്കെ എഴുതിയെങ്കിലും നേരിട്ട് പെർസെൻറ്റേജ് ലോസ് ഇൻ എനർജി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ യു സേവ് ടൈം ഫോർ എക്സാം. സോ ആൻസർ 75%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. ഒന്ന് അസേർഷൻ, മറ്റത് റീസൺ. ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ചോയ്സ് എ പറയണത് പവർ അസോസിയേറ്റഡ് വിത്ത് ടോർക്ക്. യെസ്, ടോർക്ക് നമ്മൾ ലീനിയർ മോഷനിൽ പി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി പറയണ പോലെ റൊട്ടേഷണൽ മോഷനിൽ റൊട്ടേഷണൽ പവർ ഫോഴ്സിൻ്റെ ഇക്വലൻ്റ് ആണ് ടോർക്ക്, വെലോസിറ്റിയുടെ ഇക്വലൻ്റ് ആണ് ഒമേഗ. അപ്പോൾ വെക്റ്റർ ആണെങ്കിൽ ടോ ഡോട്ട് ഒമേഗ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ ടോ ഒമേഗ. സോ ദാറ്റ് ഇസ് പവർ. സോ പവർ ഇസ് പ്രോഡക്റ്റ് ഓഫ് ടോർക്ക് ആൻഡ് ആംഗുലർ സ്പീഡ് ഓഫ് ദ ബോഡി അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അത് തന്നെ ടോർക്ക് ഇൻറ്റു ഒമേഗ. അപ്പോൾ ശരിയാണ്, ഇത് കറക്റ്റാണ്, ട്രൂ ആണ്. ഇനി റീസൺ, ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ ആനലോഗ് ഓഫ് പവർ ഇൻ ട്രാൻസ്ലേറ്റഡ് മോഷൻ. ശരിയാണ്. ലീനിയർ മോഷനിൽ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ലീനിയർ മോഷനിൽ എഫ് ഡോട്ട് വി പോലെ റൊട്ടേഷണൽ മോഷനിൽ എഫിന് പകരം ടോ, വിക്ക് പകരം ഒമേഗ. അപ്പോൾ രണ്ടും ശരിയാണ്. സോ ദാറ്റ് മീൻസ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ആൻഡ് റീസൺ ആണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഈ ഫോർമുല വന്നത്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. സോ ചോയ്സ് 1. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. A meter stick is held vertically. Meter stick, that means അതിൻ്റെ ലെങ്ത് 1 meter ആണ്. ഇത് ഗ്രൗണ്ട് ആണ്. It's held vertically with one end on the floor. അപ്പോൾ this is the end A on the floor, and the other end is allowed to fall. Assuming that end on the floor of the stick does not slip. That means ആ സ്റ്റിക്കിൻ്റെ ഈ അറ്റം ചറുക്കണില്ല. അപ്പോൾ ഈ എൻഡ് മാത്രം, ഈ ബി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരെയാണ്, റൊട്ടേറ്റ് ചെയ്ത് വരെയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, വെലോസിറ്റി ഓഫ് ദി അതർ എൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദ ഫ്ലോ. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ സ്റ്റിക്ക് ഇങ്ങനെ വരും. എ ബി വിൽ നൗ ബിക്കം എ ബി ഡാഷ്. എന്നിട്ട് ഇവിടുത്തെ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റിക്കിൻ്റെ നീളം 1 meter ആണ്.
അപ്പോൾ we'll take it as L. യൂണിഫോം മാസ് M ആണ്. സോ ഇനിഷ്യലി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി mg/L/2 അല്ലേ. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി is converted to rotational kinetic energy. Rotational kinetic energy half I omega squared, where I എന്ന് പറയുന്ന moment of inertia of the rod about an axis through 1 and A perpendicular to its length, which is ml squared by 3. Moment of inertia about an axis through 1 end is ml squared by 3. So it works out to be mg/L/2 is equal to half ml squared by 3 omega squared. So simplify ചെയ്ത m വെട്ടിപ്പോവും, ഒരു l വെട്ടിപ്പോവും, 2 വെട്ടിപ്പോവും. So omega squared works out to be 3g/L. ഇത് omega squared. ഇനി ഈ അറ്റത്തെ v, ഇവിടുത്തെ v എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് പോയിൻ്റ് ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ L ആണ്. അപ്പോൾ v is equal to L omega. That is L into root of 3g/L, which is root of 3gl. ഈ ഫോർമുല പഠിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ നേരിട്ട് ഈ ഫോർമുലയിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇവിടെ ലെങ്ത് 1 മീറ്റർ ആണ്. സോ ഇറ്റ് ഇസ് സിംപ്ലി റൂട്ട് ഓഫ് 30. അപ്പോൾ 5 സ്ക്വയർഡ് 25 എന്നറിയാം, 6 സ്ക്വയർഡ് 36 എന്നറിയാം. അപ്പോൾ 5നും 6നും ഇടയ്ക്ക്, 5നും 6നും ഇടയ്ക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ. അതുകൊണ്ട് 5.4 വരെ ചെയ്തെടുക്കണം എന്നില്ല. കൂടുതൽ 5 പോയിൻ്റ് കൂടുതൽ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ റൂട്ട് ഓഫ് 30 കാണേണ്ടു, അല്ലെങ്കിൽ it is 5.4 എന്നങ്ങ് എഴുതാം. ചോയ്സ് 2. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഗൺ ഓഫ് മാസ് 5 kilogram. സോ മാസ് ഓഫ് ദ ഗൺ 5 kilogram. ബുള്ളറ്റിൻ്റെ മാസ് 10⁻⁻² kilogram. Gun of mass fires a bullet. അപ്പോൾ velocity of the bullet 500 meter per second. When the bullet is fired from the gun, and the concept endana, initially the gun and the bullet are at rest. That means initial momentum 0. അതുകൊണ്ട് final momentum 0. So initial momentum 0 ആയതുകൊണ്ട് final momentum 0. Law of conservation of momentum. പക്ഷേ ഇവിടെ final momentum എന്ന് പറയുമ്പോൾ mass of the gun, velocity of the gun plus mass of the bullet, velocity of the bullet. So okay, so that means momentum of the gun plus momentum of the bullet is 0. Hello. That means the two momentum are equal and opposite, or in other words, momentum of the gun in the magnitude, momentum of the bullet in the magnitude same ആണ്. രണ്ടിൻ്റെ magnitude same ആണ്. ഇനി kinetic energy momentum same ആയതുകൊണ്ട് നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ മൊമെൻറ്റം എടുക്കാം. എന്നിട്ട് കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് ടു ദാറ്റ് ഓഫ് ദ ഗൺ. കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ, സോ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ p² 2m ആണ്. ഇവിടെ p എന്തായാലും രണ്ടുപേർക്ക് സെയിം ആണ്. അപ്പോൾ p² സെയിം ആണ്, 2 സെയിം ആണ്. സോ ഇറ്റ്സ് ഇനഫ് ടു ഡു കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു 1 മാസ് മതി. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദ ഗൺ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി ആണ്. ബുള്ളറ്റിൻ്റെ മാസ് താഴെ വരും, ഗണ്ണിൻ്റെ മാസ് മോളിപ്പോവും. ദാറ്റ്സ് ഓൾ. സോ മാസ് ഓഫ് ദ ഗൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ബുള്ളറ്റ്. വേറെ ഒന്നും ചെയ്യേണ്ട. മാസ് ഓഫ് ദ ഗൺ എത്ര? 5 kilogram. മാസ് ഓഫ് ദ ബുള്ളറ്റ് 10⁻⁻² kilogram. സോ ആൻസർ 500/1. ഫിനിഷ്ഡ്. 500 എന്ന് പറയുമ്പോൾ ഇവിടെ 0.5 ഇൻറ്റു 10⁻³ is 500. സോ ചോയ്സ് 1. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. A man starts walking from a point on the surface of the earth. അപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കുന്ന പോലെ വേർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അപ്പോൾ അയാൾ ഇവിടെ ഈ ഹൊറിസോണ്ടൽ സർഫസ് ഓഫ് ദി എർത്തിൽ എങ്ങോട്ട് നടന്നാലും, സോ വർക്ക് ഡൺ ബൈ ഹിം എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും വെയിറ്റ് ഒന്നും തൂക്കണില്ലോ ഒന്നുമില്ല. സോ അയാളുടെ വെയിറ്റ് ഗ്രാവിറ്റിയാണ്. So that means the force of gravity is acting vertically downward and he is walking. എവിടെ നടന്നാലും, ഡയഗണലി നടന്നാലും എങ്ങനെ നടന്നാലും, ഇതിപ്പോൾ ഞാൻ ഡയഗണലി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ല, ബിക്കോസ് വേർട്ടിക്കലി ഇസ് നോട്ട് ബോർഡിലല്ല, കുത്തനെ താഴോട്ട് നമ്മുടെ പേപ്പറിൽ ഏത് വര വരച്ചാലും ആ വേർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്നുള്ള വര ആ പേപ്പറിലെ വരയുടെ പെർപെൻഡിക്കുലർ ആയിരിക്കും.
So അതുകൊണ്ട് work done is always Fs cos theta. ഇവിടെ it will be mg s cos 90. അപ്പോൾ എങ്ങോട്ട് surface of the earth നടന്നാലും work done is equal to 0. So work done by him is 0. Work has to be done against the force of gravity. Work done is 0. Because ഇവിടെ gravity vertically down. So force and displacement are in perpendicular directions. Okay. അടുത്ത question. A spring with a spring constant K when stretched through 1 centimeter. Potential energy of a stretched അല്ലെങ്കിൽ compressed spring is given by the formula half kx squared, where x is the extension അല്ലെങ്കിൽ compression. Extension or compression. Potential energy ഉണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ K കോൺസ്റ്റൻ്റ് ആണ്. So it's only a question of u proportional to x squared. അപ്പോൾ ആദ്യത്തെ എക്സ് 1 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ എക്സ് 4 സെൻറ്റിമീറ്റർ, പുതിയ പൊട്ടൻഷ്യൽ എനർജി എത്ര, അത്രേ ഉള്ളൂ. ഇൻക്രീസ് ഒന്നും ചോദിച്ചിട്ടില്ല. സോ യു ജസ്റ്റ് ഹാവ് ടു ഡു u2 by u1 എന്ന് പറയുന്നത് x2 by x1 the whole square. u2 കണ്ടുപിടിക്കണം. u1 ആണ് u, x2 4, മറ്റത് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്ററാണ് കൺവേർട്ട് ചെയ്യേണ്ട, വിച്ച് is 16. So u2 is equal to 16u. Choice 3. All right. Next one. In rotational motion, അതായത് pure rotation ആകുമ്പോൾ ഒരു body is rotating, pure rotation, that is the body is rotating with an angular velocity omega. അപ്പോൾ അതിൻ്റെ പല എക്സെപ്റ്റ് സെൻറ്ററിൽ മാത്രം, സെൻറ്റർ ഓഫ് മാസിന് മാത്രം ആംഗുലർ വെലോസിറ്റി ഇല്ല. വേറെ എവറി പാർട്ടിക്കിൾ വിൽ ഹാവ് ദ സെയിം ഒമേഗ. എല്ലാവരും എവറി പാർട്ടിക്കിൾ ഏത് പോയിന്റിലായാലും വിൽ ബി റൊട്ടേറ്റിംഗ് വിത്ത് ദ സെയിം ഒമേഗ. പക്ഷേ ലീനിയർ വെലോസിറ്റി, ഇപ്പോൾ ഇത് സെൻറ്ററാണ്, വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് വി ആണെങ്കിൽ, ഓക്കെ, ഈ പോയിന്റിലെ പാർട്ടിക്കിളിൻ്റെ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, ഡിഫറെൻറ്റ് ലീനിയർ വെലോസിറ്റീസ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണും, പക്ഷേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് പ്യുവർ റൊട്ടേഷൻ ആകുമ്പോൾ പിന്നെ ലീനിയർ മോഷൻ ഇല്ല, അതുകൊണ്ട് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇല്ല. സോ വി സി എം 0 ആണ്. ഇവിടെ റൊട്ടേഷൻ പോയിൻറ്റ് സി എലോൺ ഇസ് നോട്ട് റൊട്ടേറ്റിംഗ്, ഓൾ അതർ പാർട്ടിക്കിൾസ് ആർ റൊട്ടേറ്റിംഗ് എബൌട്ട് ദ പോയിൻറ്റ് സി. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് വി ടി ആണ്. വി ടി ഈസ് ഗിവൺ ബൈ ഈ ഡിസ്റ്റൻസ് സ്മോളർ ആണെങ്കിൽ വി ടി ഈസ് ഗിവൺ ബൈ ആർ ഒമേഗ. ഇനി ഇവിടെ ഞാനൊരു പാർട്ടിക്കിൾ എടുത്താൽ ഇവിടുത്തെ വി ടി, ഈ പോയിൻ്റ് എ, ഇവിടുത്തെ വി ടി എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, അപ്പോൾ വി ടി അറ്റ് എ എന്ന് പറയുമ്പോൾ ബിഗ് ആർ ഇൻറ്റു ഒമേഗ. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിൻ്റെ ഒമേഗ സെയിം ആണ്, പക്ഷേ സെൻറ്ററിൻ്റെ പാർട്ടിക്കിളിൻ്റെ മാത്രം, സെൻറ്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ മാത്രം ഒമേഗ 0. വേറെ എവറി അതർ പാർട്ടിക്കിൾ ഓഫ് ദ റിജിഡ് ബോഡി ഒമേഗ സെയിം. പക്ഷേ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ആക്സിസിൽ ഇല്ല, ബാക്കി സ്മോളർ ആണെങ്കിൽ വി ടി ഇസിക്വൾ ആർ ഒമേഗ, ബിഗ് ആർ ആണെങ്കിൽ വി ടി ഇസിക്വൾ ബിഗ് ആർ ഒമേഗ, അങ്ങനെ. സോ they have different linear velocities but same angular velocity. Concept of pure rotation ആണ് റോളിംഗ് പഠിക്കുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആംഗുലർ വെലോസിറ്റി വെക്ടർ എങ്ങനെയാണ്? ആംഗുലർ വെലോസിറ്റി is an axial vector. Omega is an axial vector. Particle that means directed along the axis of rotation. ഇപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഡയറക്റ്റഡ് along the axis of rotation. ഒമേഗ ഈ ഡയറക്ഷനിലാണ്. ക്ലോക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പേപ്പർ. ഫോർ എക്സാമ്പിൾ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണു. ഇഫ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ഒമേഗ ഈസ് ഡയറക്റ്റഡ് അലോങ് ദി ആക്സിസ് ഇൻ ടു ദ പേപ്പർ. ഇഫ് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, this is clockwise. If it is anti-clockwise, omega is directed along the axis outward. So it is an axial vector, axis of rotation. Another question. If the moment of inertia of a disk about an axis tangential and parallel to the surface, disk. So the body is a disk, mass m, radius r. You want the moment of inertia about that axis, either parallel to the surface. അപ്പോൾ ഡിസ്കിൻ്റെ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ നമുക്ക് mr² by 2 എന്നറിയാം.
ഡയമീറ്റർ ആകുമ്പോൾ അതിൻ്റെ പകുതി അല്ലേ ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. I diameter mr²/4. ഈ I tangent എന്ന് പറയുമ്പോൾ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഈ ഡയമീറ്ററിൻ്റെ കൂടെ mr² കൂട്ടും. സോ നേരിട്ട് ഫോർമുല അറിയാമെങ്കിൽ അത് എഴുതിക്കോളൂ. പ്ലസ് mr², വിച്ച് ഇസ് 1 1/4 5/4 mr². സോ ദാറ്റ് ഈസ് 5/4 mr². ഇതാണ് ഇക്വേഷൻ 1. ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ടാൻജൻറ്റ് പാരലൽ ടു ദ സർഫസ്. ഇതാണ് I. I is 5/4 mr². Then what is the moment of inertia about the tangential axis perpendicular to the surface? So perpendicular to the surface. So that means ഈ ആക്സിസ് എടുത്തിട്ട് അതിൻ്റെ പാരലൽ ആക്സിസ് തിയറം. So this one is mr²/2. This I dash is mr²/2. അപ്പോൾ ഈ ആക്സിസ് വേണം. ഇതാണ് സെക്കൻഡ് വൺ, which is mr²/2 plus mr². So this is 3/2 mr². So tangent perpendicular to the surface എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ I2 എന്ന് വിളിച്ചാൽ അത് 3/2 mr² ആണ്. ക്ലിയർ? സോ I എന്ന് പറയുന്നത് 5/4 mr². അതിൽ നിന്ന് mr² എന്ന് പറയുമ്പോൾ 4I divided by 5 അവിടെ ഇരിക്കട്ടെ. Then so that if I call that equation 1, I want 3/2 mr². So I2 ആണ് വേണ്ടത് 3/2 mr², which is 3/2 into mr² എത്ര 4I/5. So അത് 2ഉം 4ഉം 2I. So answer 6I divided by 5. So answer 6I divided by 5, choice 1. Okay. അടുത്ത question. A body is rolling without slipping എന്ന് പറഞ്ഞാൽ പ്യുവർ റോളിംഗ് മോഷനാണ് on a horizontal surface, and rotational kinetic energy is equal to translational kinetic energy. So rotational kinetic energy divided by linear kinetic energy എന്ന് പറയുമ്പോൾ half ICM omega squared divided by half mVCM squared, where ICM general formula m into k squared, kcm squared, omega എന്ന് പറയുന്ന v/r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ this answer works out to be k²/r². നിങ്ങൾക്കറിയാം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ലീനിയർ കൈനറ്റിക് എനർജി is k²/r². അപ്പോൾ k²/r² is equal to 1 ആർക്കാണ്. k²/r² is equal to 1 for a ring, because റിങ്ങിൻ്റെ I എന്ന് പറയുന്ന mr², ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, which is mk². So k²/r² is equal to 1. So that's for a ring, choice 4. Okay. അടുത്ത question. Flywheel is so constructed that its entire mass is concentrated at its rim. സാധാരണ ഒന്നും പറയാതെ ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ യു ജനറലി കൺസിഡർ ടു ബി എ ഡിസ്ക്. പക്ഷേ ഇവിടെ ഫ്ലൈവീല് ദ ഡിസൈൻ ഓഫ് ദ ഫ്ലൈവീൽ ഇസ് സച്ച് ദാറ്റ് ഇവിടെയാണ് എല്ലാ മാസും ഇവിടെയാണ് വരുന്നത് അറ്റത്ത്. സോ എൻ്റയർ മാസ് നിയർ ദ റിം എന്ന് പറയുമ്പോൾ അകത്ത് ഹോളോ പോലെ, അറ്റ് ദ റിം എന്ന് പറയുമ്പോൾ അകത്ത് ഹോളോ പോലെ. സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ റിംഗ് നൗ. അപ്പോൾ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ mr² ആണ് റിങ്ങിന്. ഡിസ്ക് ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ mr²/2. അതായത് ഡിസ്കിന് റിങ്ങിൻ്റെ പകുതിയാണ്. അപ്പോൾ എന്തിനാണ് why is that flywheel so constructed so as to increase the moment of inertia? To increase the moment of inertia so that the omega remains almost a constant. Slight changes in omega, എന്തെങ്കിലും ഫ്രിക്ഷൻ എന്തെങ്കിലും വെച്ചിട്ട് slight changes in omega becomes negligible, because omega will remain almost a constant. അതിന് വേണ്ടിയാണ്. Okay, so it increases the moment of inertia. Next question. 3 identical metal balls, each of radius r, are placed touching each other on a horizontal surface such that an equilateral triangle is formed when the centers of the 3 balls are joined. So identical balls ആണ്. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ, മറ്റേ ബോൾ ഇങ്ങനെ, എല്ലാം ഐഡൻറ്റിക്കൽ ബോൾസ് ആണ്. തേർഡ് ബോൾ ഇങ്ങനെ.
C1, C2, C3. ഇതാണ് പറഞ്ഞത്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ എല്ലാം ഐഡൻറ്റിക്കലാണ്, എം എം എം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ഇവിടുത്തെ ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുന്ന സെൻട്രോയിഡാണ്. സെൻറ്റർ ഓഫ് മാസ് വിൽ കോയിൻസൈഡ് വിത്ത് സെൻട്രോയിഡ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ സെയിം ആസ് ദ പോയിൻറ്റ് വേർ ദ 3 മീഡിയൻസ് മീറ്റ്. മീഡിയൻ എന്ന് പറയുന്ന ലൈൻ ഡ്രോൺ ഫ്രം ദ വേർട്ടെക്സ് ടു ദ മിഡ് പോയിൻറ്റ് ഓഫ് ദി അതർ സൈഡ്. ഇത് തന്നെയാണ് ആ 3 ഓൾട്ടിറ്റ്യൂഡ്സും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ദ പോയിൻറ്റ് വേർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ഓർ ദ പോയിൻറ്റ് വേർ ദ മീഡിയൻസ് മീറ്റ് ആർ ദ സെയിം. സോ ദാറ്റ് ഈസ് ദ സെൻട്രോയിഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ പോയിൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ്. ദാറ്റ് ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദ equilateral triangle, centroid of the equilateral triangle. So choice 4. All right, the center of mass of the system. Clear? Adutha question. Center of mass of a body is independent of the coordinate choice of the coordinate system. നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം എടുത്താലും സെൻറ്റർ ഓഫ് മാസ് ഇസ് ദ പോയിൻറ്റ് വെർ ദ ഇഫക്റ്റീവ് മാസ് ഓഫ് ദ ബോഡി ആക്ട്സ്. ഇറ്റ്സ് എ പോയിൻറ്റ് വെർ ദ ഇഫക്റ്റീവ് മാസ് ഓഫ് ദ ബോഡി ആക്ട്സ്. സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ നമ്മൾ എവിടെയാണ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നല്ല. അപ്പോൾ ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് ജോമെട്രിക് സെൻറ്ററാണ് ഇഫ് ഇറ്റ്സ് എ യൂണിഫോം ബോഡി. നോൺ യൂണിഫോം ബോഡി ആണെങ്കിൽ ഹെവിയർ സൈഡ് അവിടെ ആക്ട് ചെയ്യും. അത് എവിടെയാണെന്ന് വെച്ചാൽ അതാണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ചോയ്സ് 2 ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്ഫിയർ ഡിസ്ക് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇസ് ഡിസ്ക് ഒള്ളി. വെറുതെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സോളിഡ് സിലിണ്ടറാണ്. Solid cylinder is equivalent to disk as far as rolling is concerned, and all of them are allowed to roll down from the same height. That means LRD mgh same. So LRD mgh same എന്ന് പറയുമ്പോൾ that is converted to kinetic energy half mv squared into 1 plus k squared by r squared. Okay, അപ്പോൾ v ആരാണ് ആദ്യം എത്തണം? അപ്പോൾ ആക്സിലറേഷൻ ആർക്കാണ് കൂടുതൽ അയാൾ ആദ്യം എത്തും. അപ്പോൾ ആക്സിലറേഷൻ്റെ ഫോർമുല വി വെച്ചും എടുക്കുക, അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ ഫോർമുല എന്താണ്? ജി സൈൻ തീറ്റ, ദറ്റ് ഈസ് ഇറ്റ്സ് കമ്മിങ് ഡൗൺ എ സ്ലോപ്പ്. ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus k squared by r squared. സോ ആക്സിലറേഷൻ ഇസ് മോർ. കൂടുതൽ ആക്സിലറേഷൻ ആണെങ്കിൽ സമയം കുറവെടുക്കും. എപ്പോൾ ആക്സിലറേഷൻ കൂടുതലാണെങ്കിൽ k squared by r squared കുറവായിരിക്കണം. കൂടുതൽ ആക്സിലറേഷൻ ആൻസർ വലുതാണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കണം. സോ ദാറ്റ് മീൻസ് k squared by r squared ചെറുതാണെങ്കിൽ ടൈം ഓൾസോ ചെറുതാണ്. ഇവിടെ ഡിസ്കിൻ്റെ k squared by r squared 1/2. സിലിണ്ടർ ഇസ് അഗൈൻ ഡിസ്ക് തന്നെയാണ് 1/2. ഓക്കെ, പിന്നെ ആദ്യം പറഞ്ഞത് സോളിഡ് സ്ഫിയർ, ദാറ്റ് ഈസ് 2/5. 2/5 എന്ന് പറയുമ്പോൾ 0.4, 1/2 എന്ന് പറയുമ്പോൾ 0.5. അപ്പോൾ ഇവിടെ ചെറുതാര്? സോളിഡ് സ്ഫിയർ. സോ സോളിഡ് സ്ഫിയർ k squared by r squared ചെറുത്. ഈ തന്ന ഗ്രൂപ്പിൽ സോളിഡ് സ്ഫിയറിൻ്റെ k squared by r squared സ്മോൾ, ആക്സിലറേഷൻ ബിഗ്, ടൈം ടേക്കൺ ലെസ്. സോ സോളിഡ് സ്ഫിയർ വിൽ റീച്ച് ഫസ്റ്റ്. സോളിഡ് സ്ഫിയർ റീച്ചസ് ഫസ്റ്റ്. ആദ്യം സോളിഡ് സ്ഫിയർ എത്തും, പിന്നെ ഡിസ്കും സിലിണ്ടറും ഒരുമിച്ചെത്തും. വെറുതെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സോളിഡ് സിലിണ്ടറാണ്. സോ അവർ രണ്ടും ഒരുമിച്ചെത്തും. അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമ്പിൾസ് ഓഫ് പ്യുവർ റൊട്ടേഷൻ. പ്യുവർ റൊട്ടേഷൻ ഒരു പോയിൻ്റിൽ നിന്നിട്ട് കറങ്ങണത്, ലീനിയർ മോഷൻ ഇല്ല. സെൻറ്റർ ഓഫ് മാസ് മാത്രം അനങ്ങൂല. എവറി അതർ പാർട്ടിക്കിൾ വിൽ ഹാവ് ദ സെയിം ആംഗുലർ വെലോസിറ്റി ഒമേഗ. Vt is equal to r omega മാറും when r changes. So examples of pure rotation: rotating fan, potter's wheel, giant wheel in a fair. എക്സിബിഷനൊക്കെ പോകുമ്പോൾ ആ വീലിൽ കുട്ടികളിരുന്ന് കറങ്ങണ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ കേസസ് ഓഫ് പ്യുവർ റൊട്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻസ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. 34. Given below are two statements. ഏതാണ് assertion? ശരി, ഏത് ശരി? Assertion.
a ladder is more apt to slip. That is, a ladder ചറുക്കാൻ ചാൻസ് കൂടുതൽ എപ്പോൾ? ആപ്റ്റ് ടു സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ചറുക്കാനുള്ള ചാൻസ് കൂടുതൽ എപ്പോൾ? വെൻ യു ആർ ഹൈ. അപ്പോൾ ഈ ലാഡർ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എ ബി ആണ് ലാഡർ. വെൻ യു ആർ ഹൈ അപ്പോൺ ഇറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലാഡറിൻ്റെ മാത്രമുള്ള മാസമാണെങ്കിൽ ഇവിടെ എം ജി ആണ്. പക്ഷേ ഒരാൾ ആ ഏണിയിൽ കയറിപ്പോയാൽ ഇപ്പോൾ ആ മനുഷ്യൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അയാളുടെ വെയിറ്റ് ഇവിടെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് അയാളുടെ വെയിറ്റ് ഇവിടെ ആകുമ്പോൾ എന്താണ്? ടോർക്ക് എം ജി മൾട്ടിപ്ലൈഡ് ബൈ ഈ പോയിൻ്റ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എം ജി മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ ദാറ്റ് മീൻ ടോർക്ക് അബൌട്ട് ബി കൂടുതലാണ്. ടോർക്ക് അബൌട്ട് ബി ഇസ് ഹയർ വെൻ ദ മാസ് ഇസ് ഹയർ. വെറാസ് അതേ ലാഡറി തന്നെ അതിൻ്റെ വെയിറ്റ് എന്തായാലും മാറണില്ല. പക്ഷെ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ വെയിറ്റ് ഡബ്ല്യു ആണെങ്കിൽ ടോർക്ക് അബൌട്ട് ദാറ്റ് പോയിൻറ്റ് പി ഇങ്ങനെ വിൽ ബി ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത്രേ കാണും. അപ്പോൾ ഈ മനുഷ്യൻ താഴോട്ട് നിൽക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് x1 ആണ്. മനുഷ്യൻ മുകളിലോട്ട് കയറുമ്പോൾ ഡിസ്റ്റൻസ് x2 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടോർക്ക് കൂടും. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഡബ്ല്യു ഇൻ ടു എക്സ് ആണ്. സോ ടോർക്ക് കൂടുമ്പോൾ കൂടുതൽ ചുറ്റും. ദാറ്റ് മീൻസ് ചുറ്റും എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങും. ദാറ്റ് മീൻസ് ഇത് ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്യും. സോ ഇറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു സ്ലിപ്പ് വെൻ യു ക്ലൈംബ് അപ്പ് ദ ലാഡർ. കയറാൻ തുടങ്ങുമ്പോൾ ഡേഞ്ചർ ഇല്ല. മുകളിലത്തെ അതിൻ്റെ ലാഡറിൻ്റെ ഏറ്റവും മുകളിലത്തെ റങ്ങിൽ കയറുമ്പോഴത്തേക്ക് ചറുക്കാൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ചെയ്യാൻ, ലാഡർ തിരിയാൻ ചാൻസ് കൂടുതലാണ്. സോ a ladder is more likely to slip when you are high upon it than when you just begin to climb. ശരിയാണ്. റീസൺ ടോപ്പ് ഓഫ് ദ ലാഡർ ടോർക്ക് ഇസ് ലാർജ്. ഇപ്പോൾ പറഞ്ഞ പോലെ മുകളിലാകുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടുതൽ, വെയിറ്റ് അതേ വെയിറ്റ് ഡബ്ല്യു, പക്ഷേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് ടോർക്ക് ലാർജ് ഓൺ ക്ലൈംബിങ് അപ്പ് ആൻഡ് ഓൺ ക്ലൈംബിങ് അപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ ടോർക്ക് സ്മോൾ. ഓക്കെ, ആദ്യമേ കയറുമ്പോൾ ടോർക്ക് ഈ ഡിസ്റ്റൻസേ ഉള്ളൂ. മുകളിൽ കയറുമ്പോഴത്തേക്ക് ഇത്രയും ഡിസ്റ്റൻസായി. അപ്പോൾ ടോർക്ക് ഇസ് ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ രണ്ടും ശരിയാണ്. അപ്പോൾ ചോയ്സ് 1. അസേർഷനും ശരി, റീസണും ശരി. ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഓഫ് എ സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് എം. അപ്പോൾ ആദ്യം ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് കറങ്ങുകയാണ്. ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ω1, അതിൻ്റെ മാസ് എം ആണ്. ദെൻ സോ ദാറ്റ് മീൻസ് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഡിസ്ക്. ദാറ്റ് മീൻസ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് I ഒമേഗയാണ്. I1 ω1. ഡിസ്ക് ആകുമ്പോൾ mr²/2. റേഡിയസ് പറഞ്ഞിട്ടില്ല. mr²/2 ω1. ഇതാണ് തുടക്കലത്തെ ആംഗുലർ മൊമെൻറ്റം. പിന്നെ 2 small masses of small m, ചെറിയ മാസ്, 2 small spheres of mass small m are attached gently എന്നൊക്കെ പറയുന്നത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. ടു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ഡിസ്ക്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇത് ഡിസ്ക് ഉണ്ട്. ഡിസ്കിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇവിടെ 2 ചെറിയ മാസ്. അപ്പോൾ ഇവിടെ ഒരു മാസ് സ്മോൾ എം, ഇവിടെ ഒരു മാസ് സ്മോൾ എം. ചെറിയ മാസ് ഡയമീറ്ററിൻ്റെ 2 അറ്റത്ത്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഇപ്പോഴത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്ര? അപ്പോൾ നൗ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി I2 എന്ന് പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് പ്ലസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ 2 masses. ദാറ്റ് മീൻസ് ബിഗ് എം r²/2 ഇപ്പോഴും ഉണ്ട്, പ്ലസ് ഈ സ്മോൾ എം റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സോ എം ഇൻറ്റു ഈ ദൂരം r², മറ്റേതും അതേ r. സോ എം ഇൻറ്റു r² പ്ലസ് എം ഇൻറ്റു r², 2 small m r². Small m is a particle. So mass into perpendicular distance squared from the axis of rotation. ഇതാണ് രണ്ടാമത്തെ moment of inertia, which can be simplified to big M r² plus 4 small m r²/2 അല്ലേ? ഇതാണ് I2. എന്നിട്ട് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എത്ര? അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ω2 ആണെങ്കിൽ ഇവിടെ പ്ലേസ് ജെൻറ്റ്ലി എന്നൊക്കെ പറഞ്ഞാൽ എക്സ്റ്റേണൽ ടോർക്ക് 0. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ L1 is equal to L2.
എന്ന് പറഞ്ഞാൽ I1 omega 1 is equal to I2 omega 2. നമുക്ക് omega 2 വേണം. സോ omega 2 will be, ഇതിനെ കുറച്ചും കൂടെ വൃത്തിയാക്കാം. I2നെ R² വെളിയിലെടുത്താൽ big M plus 4M divided by 2. So omega 2 is I1 by I2 omega 1. I1 by I2. ബാക്കി സിംപ്ലിഫിക്കേഷൻ ആണ്. I1 by I2. I1 എന്തായിരുന്നു? mR² by 2 divided by I2 big M plus 4M R² by 2 divided by എന്ന് പറഞ്ഞാൽ മാത്സ് നേരെ ചെയ്യണമെന്നുള്ളവർ ചെയ്തോളൂ. mR² by 2. So that is mR² by 2 multiplied by 2 by M plus 4M R². 2 and 2 വെട്ടിപ്പോയി, R² വെട്ടിപ്പോയി. So you get big M divided by big M plus 4 into small m. ഇതാണ് I1 by I2. So omega 2 എന്താ വരും? big M divided by big M plus 4 small m into omega 1. Omega 1 is denoted by omega. So big M omega divided by, അല്ലെങ്കിൽ omega 1 തന്നെ, big M omega 1 divided by big M plus 4 into small m. Choice 3. It is external torque 0, angular momentum is conserved. L1 is equal to L2, I1 omega 1 is equal to I2 omega 2. All right? കഴിഞ്ഞല്ലോ. അടുത്ത question. Section B. Section B. An apple gives 21 kilojoules energy to a boy. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, അറിയാലോ. സ്ലൈറ്റ്ലി കുറച്ചും കൂടെ സൂക്ഷിക്കുന്ന കണക്കുകളാണ് സെക്ഷൻ ബി. സോ എനർജി ഗിവൺ ഇസ് 21 kilojoule. 21 kilojoule. ഓക്കെ, ഇരുന്നോട്ടെ. 21 kilojoule. ഇനി ഹൗ മച്ച് ഹൈറ്റ് ഹി ക്യാൻ ക്ലൈംബ്. അപ്പോൾ അയാൾക്ക് ശക്തി, എനർജി കിട്ടി ആപ്പിൾ കഴിച്ചപ്പോഴത്തേക്ക്. ആ എനർജി വെച്ചിട്ട് എത്ര വരെ എത്ര പൊക്കത്തിൽ പോവാം. ഹൗ മച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ mgh. മുകളിലോട്ട് കയറുമ്പോൾ ഹി ഈസ് യൂസിങ് അപ്പ്, ഹി ഹാസ് ടു ഡു വർക്ക് അഗൈൻസ്റ്റ് ഗ്രാവിറ്റി. സോ ദാറ്റ് മീൻസ് ദ എനർജി ഹി ഈസ് യൂസിങ് അപ്പ് ഇസ് mgh, അല്ലേ? ഹൗ മച്ച് ഹൈറ്റ് ഹി ക്യാൻ ക്ലൈംബ് ബൈ യൂസിങ് ദിസ് എനർജി ഇഫ് ദ എഫിഷ്യൻസി ഈസ് 28%. അപ്പോൾ ഇത്രയും എനർജി കിട്ടിയാലും ഇത്രയും ഫുൾ എനർജി വെച്ചിട്ട് അയാൾക്ക് നടക്കാൻ പറ്റില്ല. 28% ഓഫ് ദിസ് എനർജി എടുക്കാൻ പറ്റും. എഫിഷ്യൻസി ഈസ് ഓൺലി 28%. അപ്പോൾ 28% ഓഫ് 21 kilojoule ആണ് അയാളുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എടുക്കാൻ പോണത്. അണ്ടർസ്റ്റുഡ്? സോ ആ ബോയുടെ മാസ് എം, ഇഫ് ഹി ഈസ് ക്ലൈംബിങ് അപ്പ് ത്രൂ എ ഹൈറ്റ് എച്ച്, ദ എനർജി ഹി ഈസ് യൂസിങ് അപ്പ് ഇസ് mgh. അപ്പോൾ ആ എച്ച് എത്ര വരെ കയറാം? ആപ്പിൾ കഴിച്ചപ്പോൾ കിട്ടുന്ന എനർജിയുടെ 28% മാത്രമേ അയാൾക്ക് ഈ മുകളിലോട്ട് കയറാൻ ഉപയോഗിക്കാൻ പറ്റൂ. സോ 28% ഓഫ് 21 kilojoules is converted to mgh. So that means 28 by 100 into 21 kilojoule, 21,000 into 10 raised to 3. Yes, mgh. M, mass of the boy 40, g 10, h കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഓൾ. സോ അതിൽ നിന്ന് ഈ 100ഉം ഈ 10,000 കൂടെ പോകുമ്പോൾ മുകളിലൊരു 10 വരും. സോ എച്ച് എന്ന് പറയുമ്പോൾ 28 into 21 into 10 divided by 400. ഒരു 0 പോയി. പിന്നെ 4 10 ആയി, 7 ആയി. സോ 7 into 21 divided by 10. 7 1s are 7, 7 2s are 14 by 10. അപ്പോൾ എത്ര? 14.7 മീറ്റർ കയറാം. അത് നമ്മൾ ജി 10 എടുത്തു. ജി 9.8 എടുത്തിരുന്നെങ്കിൽ ഇത് ആൻസർ സ്ലൈറ്റ്ലി ബിഗർ. അതുകൊണ്ട് ഇവിടെ ആൻസർ 15 എടുക്കാം. ഇത്ര അടുത്ത് വേറെ നമ്പർ ഇല്ല. അതുകൊണ്ട് ആൻസർ ഇസ് ചോയ്സ് 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 37. A flywheel in the form of a solid circular wheel. സോളിഡ് സർക്കുലർ വീൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്കാണ്.
സോളിഡ് എന്ന് പറയുമ്പോൾ അത് ഫുൾ മെറ്റീരിയൽ ഉണ്ട്, അപ്പോൾ അത് ഡിസ്കാണ്. സോളിഡ് സർക്കുലർ വീൽ, മാസ് 72 കിലോഗ്രാം, റേഡിയസ് 0.5. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്കാണ് mr²/2 about an axis through center perpendicular to its plane. ഇതാണ് I. എനർജി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് വേണ്ടത്, ½ I⍵². ഒമേഗ എന്താണ്? 70 RPM. ഒമേഗ 2πn/t. സോ 2π × 70 ടൈം മിനിറ്റ് എന്ന് പറയുമ്പോൾ 60. സോ മെനി റേഡിയൻസ് പെർ സെക്കൻഡ്. ഒരു 0 പോയി, ഒരു 2ഉം 6ഉം വെട്ടി 3 ആയി, 7π/3. ഇതാണ് ഒമേഗ. സോ ω² will be 49 π²/9. π² അപ്രോക്സിമേറ്റ്ലി 10 എന്ന് എടുക്കാം. സോ 490 /9. ഇതാണ് ω². ക്ലിയർ? സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ½ I പ്രത്യേകം കാണാൻ വേണമെങ്കിൽ mr²/2. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr²/2. m മാസ് എത്ര? 72. റേഡിയസ് 0.5. റേഡിയസ് 0.5. റേഡിയസ് സ്ക്വയർഡ് 0.5², 0.25. 0.25 എളുപ്പത്തിൽ 1/4 എന്ന് എഴുതാം. ഓക്കെ. സോ mr² 1/4 /2. ഇപ്പോൾ താഴെ. അപ്പോൾ 72/8. 72/8 എത്ര? 9. 9 8 72. അപ്പോൾ I is 9. ½ I⍵². 490 /9. അപ്പം 9ഉം 9ഉം വെട്ടിപ്പോയി. സോ 490/2 എന്ന് പറയുമ്പോൾ 2 2s are 4, 245 joules. 245 joules ഇവിടെ അടുത്ത് ഏതുണ്ട്? നിയറസ്റ്റ് ആൻസർ ഇസ് 240 joules. ചോയ്സ് 2. ഓക്കെ. നമ്മൾ π² അപ്രോക്സിമേറ്റ്ലി 10 എന്ന് പറഞ്ഞു. ശരിക്കും അത് എക്സാക്ട് 10 ഇല്ല, 10-നെക്കാട്ടിയും കുറവാണ്. അപ്പോൾ ഈ ആൻസർ കുറച്ച് കുറയും. അപ്പോൾ 490-യെക്കാട്ടിയും കുറച്ച് കുറയുമ്പോൾ 245-നെക്കാട്ടിയും കുറച്ച് കുറയും. അതുകൊണ്ട് 240 is the better answer. പിന്നെ അതിൻ്റെ അടുപ്പിച്ച് ആരും ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. An automobile engine develops 100 kilowatt power. 100 kilowatt means 100 into 10⁻³ watts, which means 10⁵ watts. Omega 2πn/t. 2π into 1800 /60. Time 1 minute ആണ്. സോ ഒരു 0 പോയി, 180/6 30 അല്ലേ? 180/6 അപ്പോൾ ഇൻറ്റു 30. സോ വിച്ച് ഇസ് 60π. 60π റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതാണ് ഒമേഗ. ഇനി പവർ ഇസ് ഈക്വൽ ടു F/v പോലെ ലീനിയർ മോഷനിൽ F/v. റൊട്ടേഷൻ ആകുമ്പോൾ പവർ ഇസ് ഈക്വൽ ടു എഫിന് പകരം ടോർക്ക്, വിക്ക് പകരം ഒമേഗ. സോ P is equal to 2ω. We want τ. So τ is equal to P /omega. പവർ എത്ര? 10⁵ /60π. അപ്പോൾ 10⁴ /6π. That you simplify. 1/π is 0.3185. ചെയ്ത് നോക്കിയാൽ അറിയാം. അതിന് ഒരു 0.32 മതി എൻട്രൻസ് ചെയ്യുമ്പോൾ. 1/π 0.32. സോ 10⁴ into 0.32 /6. 3200/6. 6 5s are 30. ബാക്കി 20. 6 3s are 18, 19, 20. 6 3s are 18. അപ്പോൾ ഏകദേശം 533 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇവിടെ ചോയ്സ് 2. ബിക്കോസ് ഇവിടെ ഞാൻ 0.3185ക്ക് 0.32 അല്ല, ആക്യുറസി മതി. സോ 530 സംതിങ് ഇനി ഒരു ആൻസർ കാണൂല. സോ ചോയ്സ് 2. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 39. 2 ഐഡൻറ്റിക്കൽ സർക്കുലർ ലൂപ്സ്. സർക്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിംഗ് ആണ്. സെയിം കൈനറ്റിക് എനർജി. ഒന്ന് റോൾ ചെയ്യണു, മറ്റേത് സ്ലൈഡ് ചെയ്യണു. റേഷ്യോ ഓഫ് ദ സ്പീഡാണ്. ഓക്കെ. രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി സെയിം ആണ്. ദാറ്റ് മീൻസ് റോളിങ്ങിൻ്റെ കൈനറ്റിക് എനർജിയും ലീനിയർ കൈനറ്റിക് എനർജിയും സെയിം ആണ്.
റോളിങ്ങിൻ്റെ സ്പീഡ് V1, ആദ്യം റോളിംഗ് അല്ലേ പറഞ്ഞിരിക്കണേ, അപ്പോൾ റോളിങ്ങിൻ്റെ സ്പീഡ് V1, ലീനിയറിൻ്റെ സ്പീഡ് V2. അപ്പോൾ ലീനിയർ കൈനറ്റിക് എനർജി ഹാഫ് എം V2 സ്ക്വയർ, റോളിങ്ങിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം V1 സ്ക്വയർഡ് ഇൻറ്റു 1 + k²/r². ഇത് ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറയുമ്പോൾ റിംഗ് ആണ്. ലൂപ്പ് ആ വട്ടം മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് റിംഗ് ആണ്. റിങ്ങിൻ്റെ k²/r² 1 ആണ്. ഓക്കെ, നമുക്കറിയാം. സോ 1 + k²/r² എന്ന് പറയുമ്പോൾ 2. ആ 2ഉം ഈ 2ഉം കൂടെ വെട്ടിപ്പോവും. സോ ദാറ്റ് മീൻസ് പിന്നെ എമ്മും വെട്ടിപ്പോവും. സോ V1 സ്ക്വയർഡ് ഇപ്പുറത്ത് ഹാഫ് V2 സ്ക്വയർ. ക്ലിയർ? അപ്പോൾ V1/V2 the whole squared is 1/2. So V1/V2 is 1/√2. ആൻസർ 1/√2. പക്ഷേ അങ്ങനെ ഒരു ആൻസർ അവിടെ ഇല്ല. ഇനി എന്ത് ചെയ്യണം? മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × √2 √2, √2 × √2 2. അപ്പോൾ ദാറ്റ്സ് ദ സെയിം ആസ് √2/2, വിച്ച് ഇസ് ചോയ്സ് 3. ഓൾ റൈറ്റ്. രണ്ടിനും ഒരേ കൈനറ്റിക് എനർജിയാണ്, സ്പീഡിൻ്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നു. ദാറ്റ്സ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ 40. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദി ആറ്റംസ് U. A/x⁻12 ഞാൻ AX⁻−12 എന്ന് എഴുതാം, മൈനസ് B /x⁻6 x⁻−6 എന്ന് എഴുതാം. A and B are positive constants, x distance, stable equilibrium. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൺസർവേറ്റീവ് ഫോഴ്സ് തമ്മിലുള്ള ബന്ധം പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി വിൽ എക്സിസ്റ്റ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ്. അപ്പോൾ F കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. F = -du/dr ആണ് ജനറൽ ഫോർമുല. ഇവിടെ വേരിയബിൾ x ആണ്. സോ F = -du/dx. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ F = 0. അപ്പോൾ F = 0. പിന്നെ സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ ഉണ്ട്. ഇപ്പോൾ F = 0 ആദ്യം ചെയ്യാം. അപ്പോൾ -du/dx 0 ആണെങ്കിൽ du/dxും 0 ആവും. അപ്പോൾ du/dx എടുത്താൽ മതി. du/dx 0. സോ യു ആർ ഡിഫറൻഷിയേറ്റിംഗ് u. അപ്പോൾ A x⁻12 ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു x, -12 n(x⁻n−1) x⁻13 മൈനസ് B, പിന്നെ differentiation of x⁻6 -6 x⁻n−1 -6 -1 -7. That is equal to 0. That means -12a/x⁻13 അല്ലേ. ഇവിടെ -6b/x⁻7 is equal to 0. ഈ മൈനസ് അപ്പുറത്ത് പോയാൽ you can solve as you like. 6b /x⁻7 is equal to 12a/x⁻13. അപ്പോൾ എനിക്ക് x ആണ് വേണ്ടത്. അപ്പോൾ x⁻13 /x⁻7, 13 ഇപ്പുറത്ത് കൊണ്ടുവന്നു. യെസ്, 12a/6b. 13 - 7 എത്ര? 6 അല്ലേ. സോ x⁻6 ആണ്. 12/6 2a/b. അപ്പോൾ x എന്താ വരും? 2a/b the whole raised to 1/6. എക്സിന് ഒരു വാല്യൂ, 2 the whole thing, whole 2a/b the whole raised, 2a/b the whole raised to 1/6. 2a/b the whole raised to 1/6, choice 3. ഇത് ഇക്വിലിബ്രിയം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എക്സിന് മോർ ദാൻ 1 വാല്യൂ ഉണ്ടെങ്കിൽ ഏത് എക്സിനാണ് സ്റ്റേബിൾ, ഏതിന് ന്യൂട്രൽ, ഏത് അൺസ്റ്റേബിൾ എന്നൊക്കെ നോക്കേണ്ടു. ഇവിടെ എക്സിന് ഒറ്റ വാല്യൂ ഉള്ളൂ. മെഡിക്കലിന് സാധാരണ ഒറ്റ എക്സ് വരും. അതുകൊണ്ട് ബാക്കി കൂടുതൽ നോക്കണ്ട, ആ ഇക്വിലിബ്രിയം പൊസിഷൻ തന്നെ. സോ ആൻസർ ഇസ് ചോയ്സ് 3. ക്ലിയർ? ചോയ്സ് 3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 41. A rope is wound around a hollow cylinder. Hollow cylinder എന്ന് പറയുമ്പോൾ റിംഗ് ആണ്. is equivalent to ring of mass 3 kg and radius 40 cm. The rope is pulled with a force of 30 Newton. അപ്പോൾ ഇതൊരു ഹോളോ സിലിണ്ടർ, അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണിക്കുകയാണ്. ഇതാണ് ആക്ച്വലി സിലിണ്ടർ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വരെയാണ്. അപ്പോൾ വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഈ സെക്ഷൻ.
ഈ ഭാഗം മാത്രം കാണിക്കണം. ആൻഡ് ഫോഴ്സ് 30 ന്യൂട്ടൺ. റേഡിയസ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട്, ആംഗുലർ ആക്സിലറേഷൻ. സോ ദാറ്റ് മീൻസ് ഇത് ഇതിങ്ങോട്ട് താഴോട്ട് വലിക്കുമ്പോൾ ഇത് കറങ്ങും അല്ലേ, ഇതിങ്ങനെ ഈ നൂലിങ്ങനെ നിൽക്കുമ്പോൾ ഈ വീല് കറങ്ങും. അപ്പോൾ ദാറ്റ് മീൻസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിംഗ് വിച്ച് ഈസ് mr². Moment of inertia about an axis through center perpendicular to the plane, mr². So F into R is equal to mr² alpha. Alpha ile venda. Appa Fr divided by mr². So alpha is F divided by mr. Ini substitute ചെയ്യാം. F എന്ന് പറയുന്നത് 30, mass 3, radius 40 centimeter. 40 centimeter എന്ന് പറയുമ്പോൾ 0.4 meter, അല്ലെങ്കിൽ 10⁻² എടുത്ത് ചെയ്യാം. സോ 0.4, 3യും 30യും 10. So 10 divided by 0.4 is the same as 100 by 4, which is 25 radians per second square. So answer angular acceleration 25 radians per second square, choice 4. Okay. അടുത്ത question 42. A man of mass 80 kilogram is riding on a small cart of mass 40 kilogram. അപ്പോൾ ഇത് കാർട്ടാണ്. കാർട്ടിൻ്റെ മാസ് 40 kilogram. മാനിൻ്റെ മാസ് 80 kilogram, which is rolling on a level flow. Rolling on a level flow at a speed of 2 meter per second. Rolling ആണ്. He is running on the cart. അപ്പോൾ അയാൾ ഓടുന്നത് ദാറ്റ് ഈസ് ഈ സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ഈ അകത്തുള്ള ഇൻറ്റേർണൽ ഫോഴ്സസിൻ്റെ കഥ പറയാണ്. ഇൻറ്റേർണൽ ഫോഴ്സസിൻ്റെ കഥയാണ് പറയുന്നത്. റണ്ണിങ് ഓൺ ദ കാർട്ട്. സോ ദാറ്റ് ഈസ് വെലോസിറ്റി റിലേറ്റീവ് ടു ദ കാർട്ട്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ മാൻ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ കാർട്ട് ഈസ് ഈക്വൽ ടു 3 meter per second. എങ്ങോട്ട്? ഇത് ഇങ്ങോട്ടാണെങ്കിൽ കാർട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഈ ഡയറക്ഷൻ ടു ദ ലെഫ്റ്റാണ്. പക്ഷേ അതൊക്കെ ഇതെല്ലാം ഈ നടക്കണമൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്, ഇൻറ്റേർണൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഇതൊന്നും ചെയ്യണ്ട. എക്സ്റ്റേർണൽ ഫോഴ്സ് 0. എക്സ്റ്റേർണൽ ഫോഴ്സ് 0 ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിന് ഒന്നും പറ്റില്ല. കാരണം അയാൾ നടക്കുമ്പോൾ ലെവൽ ഫ്ലോറാണ്, സ്മൂത്ത് ഫ്ലോറാണ്. ഫ്രിക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞനെ. സോ അതനുസരിച്ച് അയാൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാർട്ട് മുഴുവനോടെ ബാക്കിലോട്ട് പോകും. സോ അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്പീഡിന് മാറ്റം വരില്ല. So what is the speed of the center of mass of the system? It is 0. Okay? Because അവിടെ external force ഇല്ല. കാർട്ടിൻ്റെ അകത്തൊരു മെൻഷൻ ഉണ്ട്. കാർട്ട് ലെവൽ ഫ്ലോറിലാണ്. That means what they mean by that is friction ഒന്നുമില്ല. എക്സ്റ്റേർണൽ ഫോഴ്സ് ടു ഒപ്പോസ് ദ മോഷൻ ഇല്ല. പിന്നെ ആ മെൻഷൻ കാർട്ടിൽ ഓടുമ്പോഴത്തേക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടി അയാൾ മുമ്പോട്ട് ഓടുമ്പോഴത്തേക്ക് കാർട്ട് പുറകോട്ട് പോകും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് മാറില്ല. വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് റിമെയിൻസ് 0, തുടക്കലത്തെ പോലെ. സോ ആൻസർ 0. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 43. A coolie 1.5 meter tall raises a load അപ്പം ഫ്രം ദ ഗ്രൗണ്ട് ടു ഹിസ് ഹെഡ്. അപ്പോൾ ഇത് ആ മനുഷ്യനാണെങ്കിൽ അയാളുടെ ഹൈറ്റാണ് 1.5 meter, സോറി, 1.5 meter. അയാൾ മാസ് ഗ്രൗണ്ടിൽ നിന്ന് മാസ് 80 kilogram. ഹീസ് ലിഫ്റ്റിംഗ് ഇറ്റ് ത്രൂ ദ ഹൈറ്റ് 1.5 meter in 2 seconds. ഓക്കെ. അപ്പോൾ ഈ പൊക്കാൻ വേണ്ടി ടു ലിഫ്റ്റ് ദ ഹൈറ്റ്, ടു ലിഫ്റ്റ് ദ മാസ്, work has to be done against gravity. Because gravity mg താഴോട്ടാണ്. അപ്പോൾ അയാൾക്ക് ഗ്രാവിറ്റി ഓവർകം ചെയ്തിട്ട് ജോലി ചെയ്യണം, വിച്ച് ഇസ് mgh. ദാറ്റ് ഇസ് ഏത് ലോഡിനാണ് തൂക്കേണ്ട? 80 kilogram, G10, ഹൈറ്റ് 1.5, ഇത്രയും ജൂൾസ്. അപ്പോൾ 0 പിന്നെ 8 into 1.5, 8 5s are 40, 1.5 into 8, 8 5s are 40, 8 1s are 8, 9 12. അപ്പോൾ 1200.
ഇത്രയും ജോലി ചെയ്യണം. ഓക്കെ, ഇത്രയും ജോലി. ഇനി പിന്നെ എന്ത് ചെയ്തു? അയാൾ നടന്നു. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെയാണ്, അയാളുടെ ലോഡ് ഇങ്ങനെയാണ്, ദ വെയിറ്റ് ആ 80 കിലോഗ്രാം അയാളുടെ തലയിലിരിക്കുകയാണ്. അപ്പോൾ എം ജി താഴോട്ട്, നടക്കണത് ഇങ്ങോട്ട് ഹൊറിസോണ്ടലി, ആംഗിൾ 90. സോ നടക്കുമ്പോൾ ഉള്ള വർക്ക് ഡൺ ഓൺ വാക്കിംഗ് 0 ആണ്. No work is done against gravity or by gravity when he is walking on the horizontal surface. അപ്പോൾ അത് എടുക്കണ്ട, അതിൻ്റെ വർക്ക് ഡൺ ഇല്ല. So power developed is only to lift the mass. അപ്പോൾ time, only this answer is the work done. Time taken 2 seconds. So time 2 seconds. Power എന്ന് പറയുമ്പോൾ work by time. 1200 divided by 2, 600 watts. 600 watts എന്ന് പറയുമ്പോൾ 0.6 kilowatt. Choice 3, 0.6 kilowatt. Okay, that's 43. அடுத்த question 44. In the figure, a block of mass 4 kilogram falls. അപ്പോൾ ഇത് mass ആണ്, 4 kilogram falls on a spring from a height 15 centimeter. അപ്പോൾ ഇത് h ആണ്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K തന്നിട്ടുണ്ട്. മാക്സിമം കംപ്രഷൻ ഓഫ് ദ സ്പ്രിംഗ്, മാക്സിമം കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അമങ്ങി മാക്സിമം എത്തി. അപ്പോൾ അവിടെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, വെലോസിറ്റി 0. സോ ദാറ്റ് മീൻസ് if suppose the maximum compression is taken as x, x max ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ what energy is converting to what energy? That mass 4 kilogram, that is m, mass 4 kilogram ഓൾറെഡി അതൊരു എച്ചിൽ താഴോട്ട് വന്നാലേ സ്പ്രിങ്ങിൻ്റെ സർഫസിലെത്തൂ. പിന്നെ സ്പ്രിങ് എക്സ് മാക്സിമം അമങ്ങിയുമ്പോൾ അത് മൊമെൻ്റലി അറ്റ് റെസ്റ്റ് ആണ് അവിടെ. സോ ദാറ്റ് മീൻസ് ദ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാസ്, എന്ന് പറയുന്നത് എം ജി ഇൻറ്റു എച്ച് പ്ലസ് എക്സ് മാക്സ്. അത് വെച്ച് എന്താ പറ്റും? സ്പ്രിങ് എക്സ് മാക്സ് അമങ്ങി. അപ്പോൾ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ്, യെസ്, half k x max squared. ഓക്കെ, പിന്നെ മാക്സിമം കംപ്രഷൻ ആകുമ്പോൾ വെലോസിറ്റി ഓഫ് ദ മാസ് ഇല്ല, മാസ് റെസ്റ്റിലാണ്. സോ ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഓഫ് ദ മാസ് ഇല്ല. So what is converted to what? Conservative force ആണ്. Total mechanical energy remains a constant. അപ്പോൾ ഇവിടെ loss in potential energy of the mass is converted to gain in potential energy of the spring. That means equation 1 is equal to equation 2. So mg into h plus x max ആണ് half k x max square. You have to solve for x max. Substitute. Calculation ഉണ്ട്. We'll do an SI system because K is given in 2000 Newton per meter. M, mass etra, 4 kilogram. So 4, G 10, G ഒരു 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. H 15 centimeter. H 15 centimeter എന്ന് പറയുമ്പോൾ 0.15 meter. So 0.15 meter plus X max. X max is also in meters. X max I am taking in meters. ചെറിയ വാല്യൂ ആയിരിക്കും, ബട്ട് മീറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് കെ 2000 ഇൻറ്റു എക്സ് മാക്സ് സ്ക്വയർഡ്. എക്സ് എന്ന് വിളിക്കാം, എക്സിന് സോൾവ് ചെയ്യണം. സോ ഓപ്പൺ ദ ബ്രാക്കറ്റ്, അല്ലെങ്കിൽ ഓപ്പൺ ദ ബ്രാക്കറ്റ് വേണ്ട, 40 അപ്പുറത്ത് പോയാൽ ഇതിപ്പോൾ എന്താ പറ്റും? 2000 സിംപ്ലിഫൈ ആണ് ആസ് യു ലൈക്ക്. So 0.15 plus x max is equal to 1000 x squared divided by 40. അല്ലേ? 0 പോയി, 100 by 4 എത്ര? 25 x squared. ഇവിടെ 0.15 plus x. x maxിന് x എന്ന് വിളിക്കണേ. So you get quadratic equation. That means 25 x squared minus x minus 0.15 is equal to 0.
Point clear ആയല്ലോ? ഇതുവരെ ശരിയാണല്ലോ? mg into h plus x max is equal to half k x squared. x തന്നെയാണ് x max. അപ്പോൾ 0.15 plus x അങ്ങനെ ഞാൻ വെച്ചു. 2000 and 2000 40 താഴെ വന്നു. അപ്പോൾ 100 by 4 വന്നു, which is 25. So 25 x squared minus x minus 0.15 is equal to 0. ഇനി ബാക്കി മാത്സ് ആണ്. So 25 x squared minus x minus 0.15 is equal to 0. അപ്പോൾ x എന്ന് പറയുമ്പോൾ ax squared plus bx plus c is equal to 0. x എന്ന് പറയുമ്പോൾ minus b, അപ്പോൾ plus 1 plus or minus root of b squared 1 squared minus 4 into 25 into minus 0.15. b squared minus 4ac divided by 2a, 2 into 25. So 1 plus or minus 1 plus, minus minus plus, 25 into 4, 100. 100 into 0.15. 100 into 0.15 is 15. 15 divided by 50. 1 plus or minus 16 the root of 4 by 50. അപ്പോൾ എക്സ് നെഗറ്റീവ് ആവാൻ പറ്റില്ലല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 plus 4 divided by 50. 5 by 50. 1 by 10 നമ്മൾ മീറ്ററിലാണ് ചെയ്തത്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ? 1 by 10 into 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ എത്ര? 10 സെൻറ്റിമീറ്റർ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ചോയ്സ് 4. ഓക്കെ, ഇതാണ് മാക്സിമം കംപ്രഷൻ. ക്ലിയർ? അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? Mass is falling through a height and that is converted to potential energy of the spring. Maximum compression എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അമങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇനി മാസിന് ഫർദർ താഴോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി ആ നിമിഷം 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഓഫ് ദ മാസ് എടുക്കാൻ പറ്റില്ല. ക്ലിയർ? സോ ഫിനിഷ്ഡ്. ഇനി ലാസ്റ്റ് അല്ലല്ലോ, 45. 4 thin rods, same mass, same length, form a square. Moment of inertia of the system about an axis through center perpendicular to its plane. അപ്പോൾ നമുക്ക് ഒരു റോഡിൻ്റെ കാര്യം എടുത്തിട്ട് ആ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഞാൻ ഈ പേന വെച്ചിരിക്കണം അബൌട്ട് ആക്സിസ് ത്രൂ കാണാം. എന്നിട്ട് അതേപോലെ ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ വിൽ ടേക്ക് 1 റോഡ്. സോ ഈ റോഡ് മാസ് എം, ലെങ്ത് എൽ. ആദ്യം അതിൻ്റെ സെൻറ്ററിൽ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ IC perpendicular to plane m into L squared by 12. ഇനി ഇവിടെ എത്തണമെങ്കിൽ ഇത് ഈ റോഡിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഐ വോണ്ട് ദിസ് ആക്സിസ്. ഞാൻ ഈ പേന പിടിച്ചിരിക്കണം, കാണാമല്ലോ. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാണ് ml squared by 12. ഇനി ഐ എം ഗോയിങ് ടു അപ്ലൈ പാരലൽ ആക്സിസ് തിയറം. ഈ ദൂരം L/2 ആണ്. അപ്പോൾ നമ്മുടെ D എന്ന് പറയുന്നത് L/2 ആണ്. സോ ഐ വോണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആക്സിസ് ത്രൂ O പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഒരു റോഡിൻ്റെ കഥയാണ് പറയണത്. സോ ഈസ് ഈക്വൽ ടു ICM പ്ലസ് m ഇൻറ്റു D സ്ക്വയർഡ്. ICM എന്ന് പറയുമ്പോൾ ml squared by 12 പ്ലസ് m ഇൻറ്റു L/2 the whole squared, which is ml squared വെളിയിലെടുത്താൽ 1/12 plus 1/4, which works out to be ഇത് 12 ആണ്. 1 plus 3, 4/12, which is ml squared by 3 അല്ലേ? സോ ദിസ് ഈസ് ml squared by 3. ഇത് എന്താണ്? ഒരു റോഡിന്. അങ്ങനെ 4 റോഡുണ്ട്. സോ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി 4 into ml squared by 3. So answer 4 ml squared by 3, choice 1. Okay, clear? അടുത്ത question. Next one. A T joint. T നമ്മൾ ക്യാപിറ്റൽ T ഇങ്ങനെയല്ലേ എഴുതണേ. അപ്പോൾ ഇതിനെ തിരിച്ച് വെച്ചിരിക്കണം. ഈ T ഇതാണ് T joint എന്ന് പറയുന്നത്. ഇതാണ് T. ഇങ്ങനെയും ഇങ്ങനെയും. A T joint is formed by 2 identical rods A and B. അപ്പോൾ ഒരു റോഡ് എ, മറ്റേ റോഡ് ബി. ഈച്ച് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് എൽ ഇൻ ദി XY പ്ലെയിൻ. അപ്പോൾ ദിസ് ഈസ് ദ XY പ്ലെയിൻ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് കോയിൻസൈഡിങ് വിത്ത് എ. അപ്പോൾ ഏത് ആക്സിസ്?
ആക്സിസ് ഈ ആക്സിസ് ഇതാണ് ഞാൻ എടുക്കാൻ പോണ ആക്സിസ്. സോ ഈ ആക്സിസ് എടുക്കുമ്പോൾ ഈ റോഡ് എയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറ്റൂല, ബിക്കോസ് ദ റോഡ് ഇസ് അലോങ് ദി ആക്സിസ് അല്ലേ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റോഡ് എബൌട്ട് ദി ആക്സിസ് 0 വരും, ഇല്ല, ബിക്കോസ് ദ റോഡ് ഇസ് അലോങ് ദി ആക്സിസ്. പിന്നെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? അപ്പോൾ അതില്ല. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? ഈ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് കേസ്? about an axis through center perpendicular to the plane. Formula എന്താ? ml²/12. Finished. So answer is choice 2. All right. അടുത്ത question 47 statement assertion ആണ്. Statement 1, torque is a vector whose direction is along the applied force. അല്ല, torque is an axial vector. Torque, angular momentum, angular velocity, angular acceleration, okay, these are all axial vectors. പിന്നെ omega പറഞ്ഞു, these are axial vectors, that is it is directed along the axis of rotation. അപ്പോൾ torque ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് false ആണ്. So first statement is false, ഇത് wrong ആണ്. രണ്ടാമത്തെ torque is equal to r cross f, അത് ശരി തന്നെ. ആക്സിൽ വെക്ടേഴ്സ് ഒക്കെ റൊട്ടേഷൻ ഇഫക്റ്റാണ്, റൊട്ടേഷൻ ഇഫക്റ്റ് ആകുമ്പോൾ അത് ക്രോസ് പ്രോഡക്റ്റാണ്. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ 4. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 48. യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ m is equal to 1. യൂണിറ്റ് മാസ്, പൊസിഷൻ വെക്റ്റർ r, mass is at the position 3i plus 4j. അതിൻ്റെ velocity 5i minus 6j. Angular momentum about the origin. അപ്പോൾ origin, that means axis is passing through origin. So നമ്മുടെ r തന്നെ, because actually r എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദാറ്റ് വെലോസിറ്റി r2 minus r1. r1 ആണ് ഇവിടെ ഒറിജിൻ, ഇവിടെ ഒറിജിൻ 0 ആണ്, അതുകൊണ്ട് അത് r തന്നെയാണ്. So it is 3i plus 4j only, r. Angular momentum, ഇത് വെക്റ്റർ ഫോമിലാണ്. ആംഗുലർ മൊമെൻ്റം എന്താണ്? r cross p, r cross mv അല്ലേ. അപ്പോൾ m 1 ആണ്, അപ്പോൾ 1 അത് സ്കെയിലർ ആണല്ലോ, m1 into r cross v ചെയ്യണം. സോ 1 ഇപ്പോൾ 1 തന്നെ, അപ്പോൾ എഴുതണ്ട, r cross v, ദാറ്റ് മീൻ 3i plus 4j cross 5i minus 6j. Simplify as you like, only determinant വഴിയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. We know I cross I, j cross j, k cross k 0 എന്നറിയാം. പിന്നെ I j k, I cross j k, j cross k I, k cross I j തിരിച്ചാണെങ്കിൽ നെഗറ്റീവ്, that we know. സോ അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ 3i cross 5i 0 പോയി, പിന്നെ 3i മൈനസ് 6j, അപ്പോൾ മൈനസ് 18i cross j അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു, പ്ലസ് 4 into 5 20 j cross i, പിന്നെ അടുത്ത ടേം j cross j. i cross j എന്ന് പറഞ്ഞാൽ k, അപ്പോൾ മൈനസ് 18k, j cross i എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് k, അപ്പോൾ മൈനസ് 20k. അപ്പോൾ ആൻസർ എന്താ വരും? മൈനസ് 38k. അപ്പോൾ ഇറ്റ് ഈസ് 38 യൂണിറ്റ്സ് അലോങ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്, 38 യൂണിറ്റ്സ് അലോങ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്. സോ ചോയ്സ് 4. ഓൾ റൈറ്റ്. അടുത്തത് 49. A metal sheet 14 centimeter into 2 centimeter എന്ന് പറഞ്ഞാൽ ആ ഷീറ്റിൻ്റെ നീളം 14 സെൻറ്റിമീറ്ററും അതിൻ്റെ വണ്ണം അതിൻ്റെ ബ്രെഡ്ത്ത് ഈ കട്ടി 2 സെൻറ്റിമീറ്റർ. ഇതാണ് ഷീറ്റ്. ആ ഷീറ്റിനെ രണ്ടായിട്ട് മുറിച്ചു. അപ്പോൾ ഇതിന് 2 കഷ്ണമാക്കി, അതായത് വണ്ണം അങ്ങനെ തന്നെ വെച്ചു. ഒരു ഷീറ്റിൻ്റെ നീളം 8 സെൻറ്റിമീറ്ററും അതിൻ്റെ കട്ടി 2, അപ്പോൾ ഈ 2 കട്ടി അത് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ബാക്കി എന്തായി? 14 നിന്ന് 8 പോയി, പിന്നെ ബാക്കി 6 സെൻറ്റിമീറ്ററും അതേ 2 സെൻറ്റിമീറ്റർ കട്ടി. എന്നിട്ട് ആ 8 സെൻറ്റിമീറ്റർ പീസിനെ വേർട്ടിക്കലി വെച്ചു, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. അപ്പോൾ 8 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും അതിവിടെ വെച്ചു.
ഇത് 8 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ഇനി യൂണിഫോം ആണ്. അപ്പോൾ മാസ് ശരിക്കും വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ് ഇൻറ്റു ഡെൻസിറ്റി വരും. മാസ് ഇസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ തിക്നെസ് ഇൻറ്റു ഡെൻസിറ്റി. ഇവിടെ യൂണിഫോം ഒരു യൂണിഫോം പീസാണ്. അപ്പോൾ തിക്നെസ് സെയിം ആണ്. യൂണിഫോം തിക്നെസ് എഴുതിയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ മാസ് പ്രപ്പോർഷണൽ ടു ഏരിയ മതി. അണ്ടർസ്റ്റുഡ്? പിന്നെ യൂണിഫോം ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിലായിരിക്കും. അതായത് സെൻറ്റർ ഇതിപ്പോൾ എക്സാക്സ്, ഇത് O ആണ്, ഒറിജിനാണ്. അപ്പോൾ ഇതിൻ്റെ മാസ് M1. അപ്പോൾ M1 ഇസ് ഗോയിങ് ടു ബി പ്രപ്പോർഷണൽ ടു ഏരിയ. ഇത് 8, ഇത് 2. അപ്പോൾ പ്രപ്പോർഷണൽ ടു 12. അപ്പോൾ നമുക്ക് M1 12 എന്ന് പറഞ്ഞ് എടുക്കാം. കാരണം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കാണാൻ പോണ M1 x1 + M2 x2 ഡിവൈഡഡ് ബൈ M1 + M2. അപ്പോൾ മുകളിലും താഴെയും മാസ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രപ്പോർഷണൽ വേണ്ട, ആ ഏരിയ തന്നെ എടുക്കാം. മുകളിലും താഴെയും ആ കോൺസ്റ്റൻസ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആദ്യത്തെ M1 മാസ് 12 ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നടുക്കാണ്. എന്ന് പറഞ്ഞാൽ നടുക്കെന്ന് പറയുമ്പോൾ എന്താ, 2 സെൻറ്റിമീറ്ററിന് നടുക്ക്. അപ്പോൾ x1 എന്ന് പറയുമ്പം 1 സെൻറ്റിമീറ്ററാണ്. y1 ഇത് 8ൻ്റെ നടുക്ക്, അപ്പോൾ 4 സെൻറ്റിമീറ്റർ. ഇതാണ് M1ൻ്റെ കോർഡിനേറ്റ്സ്. മാസ് 12ഉം x1 1 സെൻറ്റിമീറ്ററും y1 4 സെൻറ്റിമീറ്റർ. അടുത്തയാൾ M2. അയാളെവിടെ വെച്ചിരിക്കണേ? അയാൾ ഇത് ആദ്യത്തെ മാസ് എത്ര ദൂരം എടുത്തു? 2 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞു. ഇത് 2 സെൻറ്റിമീറ്ററാണ്. പിന്നെയാണ് ഈ രണ്ടാമത്തെ ആൾ വരുന്നത്. രണ്ടാമത്തെ ആളിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും സെക്കൻഡ് ബോഡിയാണ്. അതിൻ്റെ കട്ടി 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ്, 6ൻ്റെയും 2ൻ്റെയും നടുക്ക് ഇവിടെയാണ്. ഇതാണ് മാസ് M2. M2 അതുപോലെ പ്രപ്പോർഷണൽ ടു ഏരിയ 6 × 2. അപ്പോൾ M2 12 എന്ന് എടുക്കാം. M1 12 അല്ല അല്ലേ? M1 എന്താണ്? 8 × 2 16. സോറി, M1 16 ആണ്. തെറ്റ് മനസ്സിലായല്ലോ? 8 × 2 അപ്പോൾ 16 ആണ്. M1 16 ആണ്. M2 ആണ് 6 × 2 12. ക്ലിയർ? ഇനി മാസ് എവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്? 6 സെൻറ്റിമീറ്ററിൻ്റെ നടുക്കെന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്ററാണ് ഇവിടെ. പക്ഷേ ഈ x = 0 ഇവിടെയാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താ? 3 + 2 5. അപ്പോൾ അതാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ x2 5 ആണ്. y2 അത് പിന്നെ താഴെ ആയതുകൊണ്ട് ഈ 2ൻ്റെ നടുക്ക്. അപ്പോൾ y2 1. ക്ലിയർ? ഇതാണ് M2ൻ്റെ കാര്യം. സോഫാ ക്ലിയർ? ആദ്യത്തെ മാസ് 16 എടുക്കാം. അതിൻ്റെ കോർഡിനേറ്റ്സ് 1ഉം 4ഉം. രണ്ടാമത്തെ മാസ് 12. അതിൻ്റെ കോർഡിനേറ്റ്സ് ഈ 5 ആണ് തെറ്റാൻ ചാൻസ്. 5ഉം പിന്നെ 1ഉം. ഇനി എന്താണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ്? അപ്പോൾ XCMൻ്റെ ഫോർമുല XCM M1 x1 + M2 x2 ഡിവൈഡഡ് ബൈ M1 + M2. M1 16, x1 1 plus M2 12, x2 5 divided by M1 + M2 16 + 12. അപ്പോൾ 16 + 60 അല്ലേ? 12 × 5 60. അപ്പോൾ 76 ഡിവൈഡഡ് ബൈ 16 + 12 28. അപ്പോൾ ഇവിടെ 4 കൊണ്ട് വെട്ടിപ്പോവും. ഇഫ് ഐ ഡിവൈഡ് ബൈ 4, 76/4 എന്ന് പറയുമ്പോൾ 4 1s are 4, 36, 4 9. അപ്പോൾ 19, 28/4 7. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 19/7. ഓക്കെ. ഇനി അത് കിട്ടുമ്പോഴേ പരീക്ഷയ്ക്ക് ഒന്നേ ഉള്ളതുകൊണ്ട് അത് എഴുതാം. പക്ഷെ നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം. ഇനി YCM എന്ന് പറയുമ്പോൾ M1 Y1 + M2 Y2 ഡിവൈഡഡ് ബൈ M1 + M2. അപ്പോൾ 16 × Y1 4 + M2 12 × 1 ഡിവൈഡഡ് ബൈ M1 + M2 16 + 12 28. 64 + 12 ബൈ 28. അതും 76/28 മറ്റതുപോലെ തന്നെ. അപ്പോൾ 19/7. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 2, 19/7. അവിടെ ചോയ്സ് 2. ഓക്കെ, ക്ലിയർ ആയല്ലോ? സെൻറ്റർ ഓഫ് മാസ് M1 x1 + M2 x2 / M1 + M2. ഇവിടെ എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. പോയിൻ്റ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A shell is fired from a cannon with a velocity v
at an angle theta with the horizontal. At the highest point in its path, projectile motion, highest point, it's going to go in a parabolic path. Highest point la projectiles padichitundallo. Velocity etra v cos theta, horizontal velocity. So horizontal velocity v cos theta, okay? V cos theta. Appa highest point lana adu explode cheyana. Appa just before exploding the momentum along the x direction aanu. Along the x direction is mv cos theta. കാരണം കൺസർവേഷൻ മൊമെൻ്റ് എടുക്കുമ്പോൾ ടോട്ടൽ ലീനിയർ മൊമെൻ്റ് ആണ് കോൺസ്റ്റൻറ്റ്. ഏതെങ്കിലും ചരിഞ്ഞെടുക്കാൻ പറ്റില്ല. എക്സും വൈയും പിന്നെ സ്പേസ് ആണെങ്കിൽ ഇസഡും എടുക്കേണ്ടി വരും. നമുക്ക് എക്സ് ആൻഡ് വൈയെ വരണുള്ളൂ. സോ അലോങ് ദി എക്സ് ഡയറക്ഷൻ എം വി കോസ് തീറ്റ, ദാറ്റ് മീൻസ് റൈറ്റിലോട്ട്. ഇതാണ് ഇനിഷ്യൽ മൊമെൻറ്റം. ഇനി സോ ഇനിഷ്യൽ മൊമെൻറ്റം എം വി കോസ് തീറ്റ. ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ ടു 2 പീസസ് ഓഫ് ഈക്വൽ മാസ്, ദാറ്റ് മീൻസ് m/2 m/2. One of the pieces retraces its path to the cannon. എന്നിട്ട് അപ്പം ഒരു പീസ്, ദാറ്റ് ഈസ് m/2, തിരികെ ആ വഴി തന്നെ തിരികെ വന്നു. ആ വഴി തന്നെ തിരികെ വന്നു എന്ന് പറഞ്ഞാൽ അയാളും ഇങ്ങോട്ട് പോയ പോലെ ഇങ്ങോട്ടാണല്ലോ. സോ ഓക്കെ, സോ ദാറ്റ് മീൻസ് അയാളുടെ ഈ പോയിന്റിൽ അയാളുടെ വെലോസിറ്റി വി കോസ് തീറ്റ ആയിരിക്കണം. ഇതാരാ? മാസ് m/2ൻ്റെ വെലോസിറ്റി ഇവിടെ വി കോസ് തീറ്റ ഇങ്ങോട്ടായതുകൊണ്ടല്ലേ അത് തിരികെ ഇവിടെ വന്നത്. സോ ദാറ്റ് മീൻസ് ഇനിഷ്യൽ മൊമെൻ്റ് ചെയ്ത് ഫൈനൽ മൊമെൻ്റം എന്ന് പറയുമ്പോൾ ഒരു പീസിൻ്റെ മാസ് m/2, ഒരു പീസിൻ്റെ മാസ് m/2, വെലോസിറ്റി വി കോസ് തീറ്റ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പോൾ മൈനസ് വി കോസ് തീറ്റ. ഇത് ഒരാളുടെ. പിന്നെ and the speed of the other piece, മറ്റേയാൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സ്പ്ലോഷൻ, ഇവിടെ വന്നിട്ടല്ല, ഈ നിമിഷം. അപ്പോൾ മറ്റേയാളുടെ മാസം m/2 ആണ്, അയാളുടെ വെലോസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇനിഷ്യൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. സോ ദാറ്റ് മീൻസ് എം വി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് m/2 വി കോസ് തീറ്റ പ്ലസ് m/2 v2. അപ്പോൾ 2 അപ്പുറത്ത് കൊണ്ടുപോയാൽ 2 mv കോസ് തീറ്റയാണ് മൈനസ് mv കോസ് തീറ്റ പ്ലസ് mv2. എല്ലായിടത്തും m ക്യാൻസലായി, m എവറിവെയർ ക്യാൻസൽസ്. സോ 2v കോസ് തീറ്റ പ്ലസ് v കോസ് തീറ്റ, 3v കോസ് തീറ്റയാണ് v2. സോ v2 is equal to 3v കോസ് തീറ്റ. ചോയ്സ് 1. ഓക്കെ, അപ്പോൾ ഒരു 3-4 കണക്കേ കുറച്ച് വ്യത്യാസമുള്ളൂ സെക്ഷൻ ബിയിൽ, ആൻഡ് അതിൽ ചോയ്സും ഉണ്ട്. സോ അല്ലെങ്കിൽ ഇറ്റ്സ് എ നോർമൽ പേപ്പർ. ക്ലിയർ? സോ നല്ലോണം ചെയ്ത് കാണുമല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. താങ്ക് യു.